You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. ഈ നിവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ടോട്ടലി ഡിസിൻട്രസ്റ്റഡ് ആണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ടേക്കിൽ അയാൾക്കൊരു മാജിക് ഉണ്ട്. ഉമ്മൻചാണ്ടിയും സോളാറും ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. മോഹൻലാൽ വാചകം മുറിക്കുന്നത് പോലെ ലോകത്തിലൊരാൾക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ, ഒരു വാക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മുറിക്കാൻ പറ്റും, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ലാൽ സാറിനോട് പറഞ്ഞ കഥയുമായിരുന്നു അല്ലേ ഷറഫും നിവിനും തമ്മിൽ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വേറെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ചിരി കൺട്രോൾ ചെയ്യാനാണ്. ഒരാൾ ഡയലോഗ് തെറ്റിച്ചാൽ മറ്റയാൾ ചിരിക്കും. അദ്ദേഹത്തിന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചു കുത്തി പോകുന്ന കാലമാണ്. അപ്പൊ അദ്ദേഹവും നിവിനും വന്നപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. സെക്രട്ടേറിയറ്റിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത 7,000 പേര് 6,800 അങ്ങനെ എന്തോ ഒരു കൗണ്ട് വെച്ചിട്ടാണ്. അത്രയും രൂപയൊക്കെ മുടക്കി ഒരു പ്രൊപ്പഗൻഡ ചെയ്യാൻ മാത്രം. ചായ കുടിക്കാൻ കയറി ചായ കുടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ടേബിളിൽ ഉമ്മൻചാണ്ടി സാർ ഒറ്റയ്ക്കിരിക്കുന്ന ഉമ്മൻചാണ്ടി എനിക്ക് ആലോചിക്കാൻ പറ്റും. കേരളത്തിൽ പിണറായി വിജയൻ പഠിക്കപ്പെടേണ്ട ഒരു നേതാവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മലയാള സിനിമയിലെ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വേറെ ഒരു ഇൻഡസ്ട്രിയിലുമില്ല. കമലഹാസൻ പറഞ്ഞത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. ടെറിഫിക് ആക്ടറാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളല്ലേ സായികുമാർ. കമ്മീഷണറിൽ ഷാജി എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ട്. അത് ഭയങ്കര ചടുലമായിട്ടാണ്. വില്ലൻ ആൻഡ് മോഹൻലാൽ എന്ന് പറയുന്നത് വേറൊരു തലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതിച്ഛായ തിയേറ്ററിലെത്താനിരിക്കുന്നു. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. സ്വാഗതം. നമുക്കറിയാം നമ്മളുടെ ഒരു എവർ ടൈം അല്ലെങ്കിൽ എവർഗ്രീൻ കമേഴ്സ്യൽ സിനിമകളുടെ ഒരു മാസ് എൻ്റർടൈനർ സിനിമകളുടെ ഒരു ഫോമാറ്റിലാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. പ്രതിച്ഛായ എന്നുള്ള പേരിൽ തന്നെ ആളുകൾ ഡീകോഡ് ചെയ്തിട്ട് പ്രതി ഛായ അതിനെ രണ്ടായി അതിനെ തരംതിരിച്ചതിൻ്റെ ഒരു ഡീകോഡിങ് നടക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലുക്കിയ ഏതെങ്കിലും ഒരു സംഭവം ആധാരമാക്കിയിട്ടുള്ള സിനിമയാണോ? അതിനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും നമുക്ക് പരിചിതമായിട്ടുള്ള സന്ദർഭങ്ങൾ ഈ സിനിമയിൽ ധാരാളമായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും കാണുന്നത് ആയിട്ടുള്ള പെട്ടെന്ന് ആളുകൾക്ക് ഐഡൻറ്റിഫൈ ആവുന്ന സംഭവങ്ങൾ ഇതിനകത്തുണ്ടാവും. സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്തരം സിനിമകളിൽ. മറ്റൊന്ന്, ഇതിനെ പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രാഷ്ട്രീയം ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കളുടെ പ്രൈവറ്റ് സ്പേസിലേക്കാണ്. അപ്പോൾ അവർ നമ്മുടെ സോഷ്യൽ റെയിലിൽ അനുഭവിക്കുന്ന കോൺഫ്ലിക്ട്സ് സ്വാഭാവികമായിട്ട് അവരുടെ വീടിനുള്ളിലും റിഫ്ലക്റ്റ് ചെയ്യും. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനൊന്നും അല്ലെങ്കിലും ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ്. മനുഷ്യനറിയാം കഴിഞ്ഞ 18 വർഷമായിട്ട്. അപ്പം നിരവധി അതുപോലുള്ള ക്രൈസിസുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കും ഒരു വളരെ പേഴ്സണലായിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ ഇത് റെസനേറ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും. അങ്ങനെയുള്ള ഒരു മൊമെൻറ്റിനെ കുറിച്ചാണ് 2019 ഷാരിസ് മുഹമ്മദ് എന്നോട് പറയുന്നത്. അയാളൊരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു മൊമെൻറ്റ് ആ സ്ക്രീൻ പ്ലേയിൽ എന്നെ വല്ലാതെ ഹുക്ക് ചെയ്തു. നമ്മൾ അതുവരെ കാണാത്ത ഒരു കോൺഫ്ലിക്റ്റാണ് അത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ആ ഏരിയയിലാണ് ഞാൻ ഹുക്ഡായിരിക്കുന്നത്, ഞാനിത് ഒന്ന് എഴുതട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുതും. അങ്ങനെ ഞാൻ എഴുതി. അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞാനത് എഴുതിയാൽ മതി. അപ്പോൾ ഏകദേശം 2019 തുടങ്ങി ഒരു എഴുത്ത് പല ഡ്രാഫ്റ്റുകളിലൂടെ പല വഴികളിലൂടെ പല ആക്ടേഴ്സിലൂടെ ഒക്കെ സഞ്ചരിച്ചാണ് ഇപ്പോഴത്തെ
ഈ സിനിമയിലെത്തിയിരിക്കുന്നത്. അപ്പം മനീഷിൻ്റെ ചോദ്യത്തിന് ഉത്തരം, ഒരു വലിയ പടമാണോ? വലിയ പടമാണ്. ഒരു മാസ് എൻ്റർടൈനറാണോ എന്ന് ചോദിച്ചാൽ, മാസ് എന്നുള്ളത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതിന് ഇതിനകത്ത് ഒരു ഫൈറ്റ് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു ഫൈറ്റ് പോലും ഇല്ലാത്ത ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ചെറിയ ഒരു ഗൺ ഫയർ സീക്വൻസ് മാത്രമേ ഇതിനകത്ത്. കൂടുതലും ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. രാഷ്ട്രീയം അതിൻ്റെ പശ്ചാത്തലമാണ്. പരിചിതമായ സന്ദർഭങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. നമ്മളിപ്പോൾ ഇരിക്കുമ്പം ഏറ്റവും ചുരുങ്ങിയ പ്രചരണ കാലയളവുള്ള ഒരു ഇലക്ഷൻ്റെ തൊട്ടടുത്ത് ഒരു പ്രധാനപ്പെട്ട സിനിമയുടെ റിലീസ് കൂടിയാണ്. നമുക്കറിയാം വളരെ ക്രൂഷ്യലാണ്, വളരെ അതിനിർണായകമെന്ന് എല്ലാ മുന്നണികളും കരുതുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവിടെയാണ് എന്നാൽ ഒരു ജനപ്രിയ സിനിമയുടെ, ഇപ്പം ഞാൻ ട്രെയിലറിൻ്റെ ഇത് വെച്ചിട്ട് ജനപ്രിയ സിനിമയുടെ എല്ലാ ചേരുവകളുടെയും ഒരു സംയുക്തം എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും സോളാറും ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു പ്രതിപാദ്യ വിഷയമാണോ? സോളാർ അങ്ങനെ ഒരു പ്രതിപാദ്യ വിഷയമായിട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല. സോളാർ എന്ന് പറയുന്ന ആ സോളാർ സ്കാം എന്ന് പറയുന്ന സംഗതി ഉമ്മൻചാണ്ടി സാർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാറ് മാത്രമല്ല എന്ന് ഞാൻ പറയും. ഇതിനകത്ത് ഒരുപാട്, ഇപ്പം മനീഷിനറിയാമല്ലോ, എനിക്ക് വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരുപാട് നേതാക്കളുണ്ട്. അവരുടെയൊക്കെ പേഴ്സണൽ സ്പേസുകളിൽ അവരോടൊപ്പം ഇരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ലീഡർ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹം ഡിക്ക് എന്ന് പറയുന്ന പാർട്ടി അനൗൺസ് ചെയ്തത് ഓർമ്മയുണ്ട്. എന്നിട്ട് അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ മകൻ അതിൽ പങ്കെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ ലീഡർ അനുഭവിച്ച ഒരു ഏകാന്തതയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. അപ്പോൾ സർവപ്രതാപിയായിട്ട് ആളുകളാൽ വലയം ചെയ്യപ്പെടുന്ന നേതാക്കൾ ഏത് നിമിഷവും ഒറ്റയ്ക്കാകാം. ആ ഒറ്റപ്പെടലിൽ അവർക്ക് എന്താണ് അനുഭവിക്കുന്നതെന്നൊരു ആൾക്കൂട്ടം ആളാരവൊന്നും ഇല്ലാതെ ഒരൊറ്റ മുറിയിലോ കസേരയിലേക്കോ ഇരിക്കാവുന്ന. ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും നമ്മളെ എല്ലാവരെയും ഇന്നും പ്രചോദിപ്പിക്കുന്ന പേരാണല്ലോ VS അച്യുതാനന്ദൻ. അദ്ദേഹം നിഷ്ക്രമിച്ചു പോയി ആരോഗ്യപരമായ കാരണങ്ങളാൽ, അല്ലേ? പൊതുരംഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹം പുറകോട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്പേസിൽ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും ഒക്കെ അടങ്ങുന്ന, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു പേഴ്സണൽ സ്പേസിൽ അതെങ്ങനെയാണ് ആ റെസിഡൻസ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഇതിനകത്തുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കൽ ഇവിടെ BTH, നമ്മുടെ എറണാകുളത്തുള്ള BTH കോഫി ഷോപ്പിൽ ഒരു ചായ കുടിക്കാൻ കയറി. ചായ കുടിച്ചുകൊണ്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ടേബിളിൽ ഉമ്മൻചാണ്ടി സാർ ഒറ്റയ്ക്കിരിക്കുന്ന ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂ. അദ്ദേഹം ഒരു ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റിട്ട് സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് പരിചയമുണ്ടല്ലോ സാറിനെ വളരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്താണ് ഇവിടെ ഈ ഒരു സമയത്ത്? 4-4:30 മണിയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സോളാർ കമ്മീഷനിൽ ഞാൻ മൊഴി കൊടുക്കാൻ രാവിലെ 7:30 മണിക്ക് കയറിയതാണ്, ഇപ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നെ അത് വല്ലാതെ, നമ്മളെ ഒന്ന് വല്ലാതെ സ്പർശിക്കുമല്ലോ, അല്ലേ? കാരണം നമ്മൾ കണ്ടിട്ടുള്ള, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഓരോ മുറിയിലും ആളുകളാണ് അദ്ദേഹത്തിന്. അപ്പം അവിടെ നിന്ന് ആ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഉമ്മൻചാണ്ടിയിലേക്കൊരു ദൂരമുണ്ട്. അത്തരം ചില കാര്യങ്ങൾ എന്നെ ഈ സിനിമയിൽ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും ഈ പറയുന്ന കേരളത്തിൻ്റെ പല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കൊപ്പം അവിടെ ഒരു ഫിക്ഷണൽ ഫ്രീഡത്തിന്റെ അങ്ങനെ പൂർണ്ണമായും 100%. അതായത് നിങ്ങളൊരു 1-to-1 പാരലൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, ഒരിക്കലും കാണില്ല. ഷെയ്ഡ്സ് നോക്കിയാൽ ഇഷ്ടം പോലെ കാണും. എന്നാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ആ ട്രെയിലറിൽ ഉണ്ട്, ഇപ്പം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. അതൊരു മേജർ തീമാണ് ഈ സിനിമയുടെ. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള മനീഷിനത് നന്നായിട്ട് മനസ്സിലാവും. ഈ പ്രതിച്ഛായകളെ ആരാണ് നിർമ്മിക്കുന്നത്, ആരാണ് അപനിർമ്മിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഇതിൽ ഞാനത് കണക്ട് ചെയ്തേക്കാം. ഇപ്പം നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഒരു ടെലിവൈസ്ഡ് മീഡിയയുടെ വരവോടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ട് കേശുഭായ് പട്ടേൽ മോഡിയിലേക്ക്, ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിലേക്ക് ഈ ബാറ്റൺ കൈമാറുന്ന ഒരു സിനാരി രാഷ്ട്രീയത്തിലുണ്ട്.
അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന മീഡിയ അപ്പീലൊക്കെ ഭയങ്കര ഫാക്ടറാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം. ശരിക്കൊരു മാധ്യമനിർമ്മിത പ്രതിച്ഛായയുണ്ട്, മാധ്യമനിർമ്മിത പൊതുബോധമുണ്ട്. അപ്പം ആ തരത്തിൽ അങ്ങനെ കൂടി ഒരു കമേഴ്സ്യൽ ഫോർമാറ്റിൽ അതിനെ തീർച്ചയായിട്ടും ഞാനതിനെ ഒന്നുകൂടി തിരുത്തും. മാധ്യമനിർമ്മിത പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് തിരുത്തും. അതായത് റിയാലിറ്റി എന്ന് പറയുന്നത്, ബന്ധം എന്ന് പറയുന്നത് മീഡിയേറ്റഡ് ആണ്. മീഡിയേറ്റഡ് അല്ലാത്ത നേർക്കുനേർ ഒരു ബന്ധം ഇന്ന് പോസിബിൾ അല്ല. അത് എത്രത്തോളം അടുപ്പമുള്ളവർ തമ്മിലായാൽ പോലും. ഞാനും എൻ്റെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നിർണ്ണയിച്ചേക്കാം. അപ്പോൾ അത്രയും മീഡിയേറ്റഡ് ആണ് മനുഷ്യൻ്റെ ബന്ധങ്ങൾ. അപ്പോൾ മാധ്യമ നിർമ്മിതമാണ് പ്രതിച്ഛായകൾ. മനുഷ്യ പറയുന്ന പോലെ പുതിയ കാല ഇലക്ഷൻ സൈബർ ഇടത്തിലാണല്ലോ നടക്കുന്നത്, അല്ലേ? ഇപ്പോൾ സിനിമ പ്രൊമോഷൻ വിളിക്കുമ്പോൾ ആർക്കും സമയമില്ല. എന്നോട് ഇന്നലെ എല്ലാവരും പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഇലക്ഷൻ്റെ വർക്കില്ല. അതായത് ഒരു പ്ലാറ്റ്ഫോം തന്നെ 3 പാർട്ടിക്കും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എത്രത്തോളം കമോഡിഫൈഡ് ആണ് അത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്തെ ഒരു നിലപാടല്ലല്ലോ. കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കമോഡിറ്റി ആണല്ലോ. അത്രയും നേരത്തെ മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും കയ്യിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അതിന് ഭയങ്കരമായ ബഡ്ജറ്റുണ്ട്, ഭയങ്കരമായ ആസൂത്രണമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇലക്ഷനാണ് നമ്മൾ മുമ്പോട്ട്. അതുകൊണ്ട് ആ ക്യാമറയ്ക്ക് പഥ്യമാവുക, അതിനുള്ള ശരീരഭാഷയിലേക്ക് നമ്മൾ മാറുക, അതിനുള്ള ഒരു ഭാഷ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ പിണറായി വിജയൻ പലപ്പോഴും അവിടെ ഒരു ഓഡ്മാൻ ഔട്ടായിട്ട് നിൽക്കുന്നതും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം അത്തരം ക്യാമ്പയിന് നിർബന്ധിതനാകുമ്പോൾ അതിലേക്ക് ആ ഒരു വഴക്കത്തിലേക്ക് വരാൻ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമമൊക്കെ നമുക്ക് നമുക്ക് കാണാം. പക്ഷെ അത് എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തിന് അത് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ പിണറായി വിജയൻ പഠിക്കപ്പെടേണ്ട ഒരു നേതാവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂസാതെ പോകുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോഴും പിണറായി വിജയന് മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിവിൻ ഇപ്പോൾ നമുക്കറിയാം, നിവിൻ ചെയ്ത ഫോർമാറ്റുള്ള ഒരു പടമല്ല ഇത്. നിവിൻ്റെ കുറച്ചുകൂടി ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു റോം കോമിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എൻ്റർടൈനർ ഫോർമാറ്റിലുള്ള സിനിമകളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇതിൽ കുറച്ചുകൂടി അതല്ലാത്തൊരു തരം ക്യാരക്ടറാണ് നിവിൻ്റേതെന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞപ്പം സർവമായ വന്നപ്പോഴും എല്ലാവരും ഒരു മോഹൻലാലിനെ പോലൊരു ഞാൻ പെർഫോമൻസിൻ്റെ ഇതിലല്ല പറയുന്നത്, എന്നാൽ പോലും മോഹൻലാലിനെ പോലെ വളരെ പെട്ടെന്ന് ക്യാരക്ടറിലേക്കുള്ളൊരു അഡാപ്റ്റബിലിറ്റിയുടെ പേരിൽ അങ്ങനെ ഒരു ലോഞ്ചിന് ഞാൻ പറയുകയും ചെയ്തതാണ്. നിവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ ഇപ്പം ലാൽ സാറിനെ പറ്റി എല്ലാവരും പറയും പുള്ളി ഷോട്ടിന് മുമ്പ് തമാശ പറഞ്ഞെടുത്തിട്ട് ഷോട്ടിൽ. പക്ഷേ ഞാൻ വളരെ അടുത്ത് വർക്ക് ചെയ്ത ആളെന്ന നിലയിൽ അദ്ദേഹത്തിനൊരു ഇന്നർ പ്രിപ്പറേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ക്യാരക്ടറിനെ ഒരു ഹോംവർക്ക് എവിടെയോ അദ്ദേഹത്തിൻ്റെ അബോധത്തിൽ ഒരു മുന്നൊരുക്കം കിടപ്പുണ്ട്. അത് പലപ്പോഴും അദ്ദേഹം കട്ട് ചെയ്യുന്നതാണ് ഈ തമാശയും ഷോട്ട് കഴിഞ്ഞാൽ വരുന്ന ചിരിയൊക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഈ നിവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ടോട്ടലി ഡിസിൻട്രസ്റ്റഡ് ആണെന്ന് നമുക്ക് തോന്നുന്നു. ഡയലോഗിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. പക്ഷെ ടേക്കിൽ അയാൾക്കൊരു എന്താ പറയുക, ഒരു മാജിക് ഉണ്ട്, ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട്. ടേക്കിൽ അങ്ങേർക്ക് ഒരു എക്സ്ട്രാ സംതിങ് അയാളുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് ഒരു ഗിഫ്റ്റഡ് ആക്ടറുടെ സംഗതി എന്ന് പറയുന്നത്. അത് നിവിന് നന്നായി ഉണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യുക. പിന്നെ ഇത്തരം കഥാപാത്രങ്ങൾ സാധാരണ നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര ചതുരവടിവിൽ ഡയലോഗ് പറയണം, ഭയങ്കര ബുള്ളറ്റ് പോലെ പോണം, അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടല്ലോ. അപ്പോൾ നിവിൻ അങ്ങനെ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിവിൻ സാധാരണ സംസാരിക്കുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രെയിലറിൽ മോഹൻലാലിന് എപ്പോഴും കൊടുക്കുന്ന ആനുകൂല്യം അതാണ്. അതായത് മോഹൻലാലൈസ്ഡ് വേർഷനാണ്. മോഹൻലാൽ വാചകം മുറിക്കുന്നത് പോലെ ലോകത്തിലൊരാൾക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ, ഒരു വാക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മുറിക്കാൻ പറ്റും, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. പോസ് ചെയ്യുന്നതും നമ്മൾ ഒരിക്കലും ആലോചിക്കുന്ന സ്ഥലത്തേ അല്ലല്ലോ അദ്ദേഹം മുറിക്കുന്നതും പോസ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്.
അപ്പോൾ അത് തന്നെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ലാൽ സാറിനോട് പറഞ്ഞ കഥയുമായിരുന്നു അല്ലേ അത്? ഞാൻ എന്നോട് ചോദിച്ചു എന്താണ്. അപ്പം ഞാൻ കഥ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇന്നാളെ നോക്കിയാലോ എന്നൊക്കെ ഞങ്ങൾ തമ്മിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചില പോർഷൻസൊക്കെ അദ്ദേഹം കാണുകയും ഒക്കെ ചെയ്തതാണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഫിലിം മേക്കറുടെ ഫിലിമോഗ്രഫിയിലേക്ക് പോകുമ്പോൾ ഒരു അതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഒരു മാസ് പൊളിറ്റിക്കൽ എൻ്റർടൈനർ എന്നും കൂടി പറയാവുന്ന ഒരു സിനിമ നമുക്കറിയാം. ഇപ്പോഴും റിലീസ് ചെയ്താൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പടമാണ് കിങ് പോലെ, തലസ്ഥാനം പോലെ. അത് ഐ വി ശശിയിലൂടെയും ജോഷിയിലൂടെയും ഷാജി കൈലാസിലൂടെയും ഒക്കെ വന്നിട്ടുള്ള ഭയങ്കര മാസ് ഇതുണ്ട്. അതിലൊക്കെ ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തെ പലതരത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. ഇതെല്ലാം എല്ലാ കാലത്തും സെലിബ്രേറ്റ് ചെയ്ത പടങ്ങളാണ്. കാരണം ശരിക്കും അത് സിനിമയെ തന്നെ രാഷ്ട്രീയക്കാർ പിന്നീട് അനുകരിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. അതിൻ്റെ ഒരു ഒടുവിൽ വന്നൊരു പടമായിരുന്നു ലൂസിഫർ. ഈ പറയുന്ന വലിയ ക്യാൻവാസ്, അതായത് ലാത്തി ചാർജ് കാണുന്ന സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന 1000-ൽ കൂടുതൽ ആളുകൾ ഈ ക്രൗഡിൻ്റെ ഭാഗമായിട്ടും മീഡിയയ്ക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന സിനിമ, രാഷ്ട്രീയ പ്രകടനങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന സിനിമ. പ്രതിച്ഛായയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പക്ഷേ കോവിഡിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ജൂനിയർ ആക്ടേഴ്സും പിന്നെ മെയിൻ സ്ട്രീം ആക്ടേഴ്സൊക്കെ അഭിനയിച്ചൊരു സിനിമയായിട്ട് കൂടി തോന്നുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അതെങ്ങനെയാണ്? ഒരു കംപ്ലീറ്റ് തിയേറ്റർ ഡിസൈൻ ഉള്ളൊരു? തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് തിയേറ്റർ ഡിസൈൻ ഉള്ള സിനിമയാണ്. ഏതാണ്ട് 100 ദിവസത്തോളം ഷൂട്ട് ചെയ്ത സിനിമയിൽ 60 ദിവസത്തോളം 1000 പേര് ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അത് 7000 പേര് വരെ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത 7000 പേര്, 6800 അങ്ങനെ എന്തൊരു കൗണ്ട് വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ മനുഷ്യ നേരത്തെ ചോദിച്ച ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ടി ദാമോദരൻ മാഷ്, രഞ്ജി പണിക്കർ, ഷാജി കൈലാസ്, ഐ വി ശശി സാർ അങ്ങനെയുള്ള കോമ്പിനേഷനിലൊക്കെ വരുന്ന ഒരു സിനിമ. ഞാൻ പറയും എൻ്റെ സിനിമ അത്രത്തോളം ചടിലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ഇത് അങ്ങനെ ഒരു ഇമോഷൻസ് ഡ്രൈവ് ചെയ്യുന്ന ഒരു സിനിമയായതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു പേസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് അത് സെറ്റ് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം സെറ്റ് ചെയ്യണം. പിന്നെയാണ് നമുക്കൊരു ക്രൂഷ്യൽ ഇൻസിഡൻറ്റ് അവിടെ നിന്നാണ് അത് പോകുന്നത്. പിന്നെ ഇതിലെ പ്രതിനായകൻ എന്ന് പറയുന്ന ആള് എല്ലാ അർത്ഥത്തിലും പ്രതിനായകനാണ്. സാധാരണ അത്തരം സിനിമകളിൽ കാണുന്ന പോലെ അവസാനം നായകൻ കത്തിച്ചു കളയുകയോ വെടിവെച്ച് കൊന്നു കളയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രതിനായകനല്ല. അയക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ അല്ല, ഒരു സ്റ്റോറി ഉണ്ട് എല്ലാവർക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സിനിമയാണ്. എന്നാൽ ഞാൻ ഈ സിനിമകളോടെല്ലാം ഇൻഡറ്റഡാണ്, ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു സിനിമ ഈ നാടെന്ന് പറയുന്ന സിനിമയാണ്. ഞാനത് കോളേജിൽ പഠിക്കുമ്പോൾ കാണുന്ന സിനിമയാണ്. മനുഷ്യക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചെറുപ്പമായിരിക്കാം അന്ന്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 60 or 70 ദിവസം ആ പടം ഓടുമ്പോൾ ആണ് പ്രസിദ്ധമായിട്ടുള്ള മാർക്ക് ലിസ്റ്റ് തിരുത്തൽ വിവാദം ഉണ്ടാകുന്നത്. മെഡിക്കൽ കോളേജിൽ മാർക്ക് ലിസ്റ്റ് തിരുത്തി അഡ്മിഷൻ വാങ്ങിച്ച് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആളാണത് ചെയ്തത്. ഈ സീൻ ഷൂട്ട് ചെയ്ത് ചേർത്തു 60ാമത്തെ ദിവസം. എന്നിട്ട് ഒരു പത്രപരസ്യം വന്നു, മാർക്ക് ലിസ്റ്റ് വിവാദം ഉൾപ്പെടുത്തിയ ഈ നാടാണ് ഇന്നും അപ്ഡേറ്റ് ചെയ്ത ഇതാണ്. നമ്മളത് പിന്നെയും പോയി കണ്ടു. അത്രത്തോളം ആനുകാലികമായിരുന്നു ഈ നാടെന്ന് പറയുന്നത്. പിന്നെ ഈ നാടിൻ്റെ വലിയൊരു പ്രത്യേകത, അതിനകത്ത് ഒരു ഹീറോ അല്ല അതിനകത്തുള്ളത്, ഒരു പ്രൊട്ടഗോണിസ്റ്റ് അല്ല. അപ്പോൾ അവസാനം ആ പ്രതിനായകനെ തടയുന്നത് ഒരു ആൾക്കൂട്ടമാണ്. അപ്പോൾ ഒരു നായകനിൽ നിന്ന് ഒരു ആൾക്കൂട്ടത്തിന്റെ പ്രതികാരമോ പ്രതിരോധമോ ഒക്കെ ആയിട്ട് അത് ആ രീതിയിലൊക്കെ ഈ നാട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിമാണ്. പിന്നെ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്നത് ഷാജി കൈലാസ് കോമ്പിനേഷൻ, പിന്നെ രഞ്ജിയുടെ ഭയങ്കര അതിശക്തമായിട്ടുള്ള ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ. പക്ഷെ നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലത്ത് അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റിലോ ഡയലോഗ് റൈറ്റിങ്ങിലോ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് കുറച്ച് അതിനകത്ത് പണിയെടുക്കേണ്ട വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. ഇപ്പം തന്നെയല്ല നമ്മുടെ തന്നെ പഴയ സിനിമകൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമുക്ക് എഴുത്തിൽ തോന്നുമല്ലോ. ഇപ്പം
ടൈഗറിലൊക്കെ. പക്ഷെ അതേസമയം തന്നെ മുരളിച്ചേട്ടന്റെ ക്യാരക്ടറിന്റെ ഒക്കെ ഒരു പ്രസന്റേഷനും ഡെലിവറിയും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന സിനാരിയോ ഉണ്ട്. അല്ല, അതിപ്പം സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പടം ഇപ്പോൾ 4K-യിലൊക്കെ ഈ അടുത്ത കാലത്ത് ഞാൻ ദുബായി പോയപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഇന്ന ആളല്ലേ, ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞത്, ഉള്ളം കൈയിലെ രേഖകൾ പോലെ എന്നെ അറിയുന്ന കൊച്ചി, അവിടെ നിന്നാണോ വരുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അത് സ്മാർട്ട് സിറ്റിയിൽ ഉണ്ടായോ. അപ്പോൾ എനിക്ക് തന്നെ അത് എന്ന് തോന്നുന്ന ഒരു, പക്ഷെ ആളുകൾ ഇപ്പോഴും അത് ഓർത്തിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമ നോക്കിയാൽ ഇതിലൊരു ഡ്യുവോ ആണ്. ഉറപ്പായും നിവിൻ ഉണ്ട്, അതേസമയം തന്നെ നിവിൻ ബാലേന്ദ്ര മേനോൻ. അതിൽ ബാലേന്ദ്ര മേനോൻ ഒരു നെവർ ബിഫോർ ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പിന്നെ ഒരു അൺഎക്സ്പ്ലോർഡ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആക്ടർ എന്ന് പറയുന്ന രീതിയിൽ എല്ലാവർക്കും ഫിലിം മേക്കർ ബാലേന്ദ്ര മേനോൻ അറിയാമെങ്കിൽ ആക്ടർ ബാലേന്ദ്ര മേനോൻ ഈ വിധത്തിൽ നമ്മുടെ ഒരു കുറേ നാളെ സജീവമല്ലാത്തത് കൊണ്ടും കൂടിയാണ് അങ്ങനെ തോന്നുന്നത്. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാടിന്റെ ഫിലിമിലൊക്കെ ബാക്ക് ടു ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട്. പക്ഷേ ഞാൻ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ആ ഗ്രാവിറ്റിയിൽ വളരെ കുറച്ചാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് ഈ കഥാപാത്രം ചെയ്യാൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പോകാവുന്ന ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷേ നമുക്ക് വേറെ ഒരാൾ അത് ചെയ്യണം എന്നുണ്ട്. ബേസിക്കലി ദിസ് ഇസ് എ ഫാദർ സൺ ടെംപ്ലേറ്റാണ്. നമ്മൾ പറയുമല്ലോ, വളരെ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഗോഡ് ഫാദർ. ഇപ്പോൾ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിരീടം പോലുള്ള സിനിമകളുണ്ട്, തേവർ മകൻ, നാടുവാഴികൾ, അങ്ങനെ കുറേ, ലേലം. അപ്പോൾ ഫാദർ സൺ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഫെമിലിയാരിറ്റി കളയണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഗതി നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണ് ഞാൻ മേനോൻ സാറിൻ്റെ അടുത്ത് പോകുന്നത്. മേനോൻ സാർ ഞാൻ പണ്ട് ടെലിവിഷനിലെ സൈലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഞാൻ എഴുതിയിട്ടുണ്ട്. വിജി തമ്പിയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ മേനോൻ സാറ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മേനോൻ സാറുമായിട്ട് നല്ല പരിചയം തന്നെ, ഇടയ്ക്ക് വിളിക്കും സാർ, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഒരു കോളേജ് കാലത്തെ ഒരു വലിയ ആരാധന, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചു കുത്തി പോകുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് ഇങ്ങനെ അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹവും നിവിനും വന്നപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അതുപോലെ തന്നെ അമ്മ, നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. പക്ഷെ ഞാൻ സബിത ആനന്ദിനെയാണ് അതിൽ കാസ്റ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഏറ്റവും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു നടിയാണ്. മണിരത്നത്തിൻ്റെ ആദ്യത്തെ സിനിമ ഉണരൂവിൽ മോഹൻലാലിൻ്റെ നായികയാണ്. അത് ആ സിനിമ മനുഷ്യ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് ഭയങ്കര രസമുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക് അതിനകത്ത്. അപ്പോൾ അവരെയാണ് അതിൽ കാസ്റ്റ് ചെയ്തത്. നിവിൻ്റെ ഭാര്യയായിട്ട് പുതിയൊരു കുട്ടിയാണ് നീതു കൃഷ്ണ എന്നൊരു പുതിയൊരാളെ കാസ്റ്റ് ചെയ്തു. നിഷാന്ത് സാഗർ ബ്രദർ, RJ വിജിത അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട്, ഇങ്ങനെ ഓരോരുത്തരെയും. അപ്പം സാധാരണ രാഷ്ട്രീയക്കാരുടെയൊക്കെ നമ്മൾ വേഷങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പേരുകളൊക്കെ മാറ്റിയിട്ടാണ് ഹരിശ്രീ അശോകൻ ടെംപ്ലേറ്റിലാണ്. പലരുമായിട്ടും ഫസ്റ്റ് ടൈം അസോസിയേറ്റ് ചെയ്യും. ഇവരെല്ലാവരുടെയും ഫസ്റ്റ് ടൈം. മണിയമ്പല രാജു ചേട്ടനും പിന്നെ ഹരിശ്രീ അശോകനെയും അത്തരത്തിലുള്ളതിൽ കാസ്റ്റ് ചെയ്തു. വിഷ്ണു അഗസ്തി, വൈശാഖ് ശങ്കർ, അങ്ങനെയുള്ളവരെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് വളരെ വളരെ സെൻസിറ്റീവായിട്ടൊരു ആക്ടൊക്കെ ചെയ്യേണ്ട ഒരു റോളിന് ഞാൻ ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഷറഫിൽ എത്തിച്ചേർന്നത്. അത് ഷറഫ് എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. ട്രെയിലറിൽ തന്നെ ഒരു സർപ്രൈസ് ആണ്. ഞാനത് ആ കാസ്റ്റിംഗ് എനിക്ക് നടത്താൻ പറ്റാതിരുന്നപ്പോഴാണ് ഒരു ഫംഗ്ഷന് വെച്ച് ഷറഫിനെ കാണുന്നത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, സാർ നിവിൻ്റെ പടമല്ലേ ചെയ്യുന്നത്, അതിന് വല്ല വില്ലൻ പരിപാടി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാനോ ശരിയെന്നു. പക്ഷെ ഞാനിങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ആലോചിച്ചപ്പോൾ ഇവർ തമ്മിൽ ചെയ്തിരിക്കുന്നതെല്ലാം ഒരു റൊമാൻറ്റിക് കോമഡി അങ്ങനെയുള്ള. അപ്പോൾ ഇങ്ങനൊരു ആൻറ്റഗോണിസം നമുക്ക് ഇവർക്കിടയിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര രസമായിരിക്കും. പിറ്റേ ദിവസം തന്നെ ഞാൻ ഷറഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സീൻ മാത്രമാണ് ഞാൻ നാരേറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അതുപോലെ ഇതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് ഒരുപാട് ഞാൻ ആലോചിച്ച ശേഷമാണ് ആൻ അഗസ്റ്റിനിലേക്ക് പോയത്. അവരും ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്നതല്ല, പക്ഷെ ഷീസ് എ വെരി ഗിഫ്റ്റഡ് ആക്ടർ. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ അവരത് കേട്ട ശേഷം അവരത് യെസ് പറഞ്ഞില്ലെങ്കിൽ ആ ക്യാരക്ടർ ഇന്നത്തെ ഒരു സ്ട്രെങ്ത് വരുമായിരുന്നു. അപ്പോൾ അതിന് കാസ്റ്റിങ് അത് വിവേക് അനിരുദ്ധ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അയാൾ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഞാൻ ഓർക്കാത്ത പല പേരുകളും പറഞ്ഞത്
അത്രയും നമ്പർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കാസ്റ്റിംഗിൽ തന്നെ ഇത്രയും നമ്പർ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോഴും പറഞ്ഞു ഈ ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്നുള്ളത് പലപ്പോഴും അത് പ്രേക്ഷകർ രണ്ടാമതാണ് കാണുന്നത്. അതിന്റെ പല ആലോചനയിൽ നിന്ന് ഷോട്ട് മുതൽ അതിന്റെ പ്രോസസ്സിങ്ങിലും എല്ലാം ഇത് ഫിലിം മേക്കറാണ് ഇത് ഏറ്റവും കൂടുതൽ തവണ കാണുന്നത്. ഭയങ്കര അപരിചിതമുള്ള രണ്ടുപേര് ഒരു സിനിമയ്ക്കായിട്ട് ഒന്നിക്കുന്നു. പക്ഷെ നമുക്ക് ഓൺ സ്ക്രീനിൽ അച്ഛനും മകനും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളത് ലളിത ചേച്ചി മാടമ്പിയിൽ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത്, കാരണം വെച്ചാൽ ഭയങ്കര ശത്രുതയിലെന്ന് തോന്നുന്ന എന്നാൽ ഇവർ ഭയങ്കര ഇന്നർ ബോണ്ടിങ്ങുകൾ പല പടങ്ങളിലും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഇതിലിപ്പം ബാലേന്ദ്ര മേനോൻ നിവിൻ, എന്നാൽ ഈ പറയുന്ന അച്ഛനും മകനുമുള്ള ആത്മബന്ധത്തിന്റെ തീവ്രത ഭയങ്കരമായിട്ട് അനുഭവപ്പെടുമെന്ന് ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കായിരിക്കുന്നു? അത് നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലളിത ചേച്ചിയും ലാൽ സാറും തമ്മിലാണെങ്കിൽ അവർക്ക് തമ്മിൽ അത്രയും പേഴ്സണൽ എത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്, അത്രയും അഭിനയത്വമില്ല ആ ഒരു ഇത്. പക്ഷെ ഇവർ ആദ്യമായിട്ടാണ് നിവിൻ എനിക്ക് തോന്നുന്നു പരിചയപ്പെടുന്നത് തന്നെ എൻ്റെ സെറ്റിലാണെന്ന് തോന്നുന്നു. പിന്നെ ബാലേന്ദ്രൻ സാർ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പോയി ആളോട് സംസാരിക്കുന്നില്ല, അദ്ദേഹം ഷോട്ട് കഴിഞ്ഞാൽ മാറിയിരിക്കുന്നൊക്കെ ഒരാളാണ്. പക്ഷെ രണ്ടുപേർക്കും നമ്മൾ ഒരു സീൻ, അപ്പം എൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇവരുടെ അഭിനയത്തിൽ ഇടപെടാറില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഒരു ബൗണ്ടറിക്ക് അപ്പുറത്ത് പോയാൽ അത് വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ അത് ഇങ്ങനെ വേണം എന്ന് പറയാറുണ്ട്. അതല്ലാതെ ചിലർ പറയുമല്ലോ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും, അതൊക്കെ നമ്മുടെ ഒരു രീതിയല്ല. ഞാൻ ആകെ ചെയ്യുന്നത് സീൻ ഞാൻ വായിക്കും രണ്ടുപേരും. അപ്പോൾ എൻ്റെ ഒരു വായനയിൽ അവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ രണ്ടുപേർക്കും മനസ്സിലാവുന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. പിന്നെ അത് എങ്ങനെ ഒരു ഷോർട്ട് ഡിവിഷനിലൂടെ അത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പാകത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരുമ്പോൾ ആ ഒരു കെമിസ്ട്രി സ്ലോലി അത് ഡെവലപ്പ് ചെയ്ത് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ്ങും അങ്ങനെയായിരുന്നു. അവർ തമ്മിലുള്ള ഒരു ആദ്യത്തെ സീനാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. പതുക്കെ അത് സ്കെയിൽ ചെയ്ത് വരികയായിരുന്നു. ആ പാർട്ടിൽ ഞാൻ അതിനകത്ത് നല്ല വിശ്വാസത്തിലാണ്. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ മാത്രമല്ല പലരും, ഇപ്പം ഷറഫും നിവിനും തമ്മിൽ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വേറെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരൊരുമിച്ച സിനിമകളിലേക്ക് വന്നവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കൺഫ്രണ്ടേഷനൊന്നും അവർ തമ്മിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫണ്ണും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ എൻജോയ് ചെയ്തതാണ്. ഇപ്പം ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയായിരുന്നു ഏറ്റവും ഭയങ്കരം ഇവരുടെ ചിരി കൺട്രോൾ ചെയ്യാനാണ് എനിക്ക് വലിയ പ്രശ്നമാണ്. കാരണം ഒരാൾ ഡയലോഗ് തെറ്റിച്ചാൽ മറ്റേ ആൾ ചിരിക്കും, ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേ ആൾ ചിരിക്കും. അപ്പോൾ പിന്നെയും നമ്മൾ അപ്പോൾ റീടേക്കിന് പോകേണ്ടി വരും. പക്ഷേ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് സിനിമ സഞ്ചരിച്ച് തുടങ്ങിയതിന് ശേഷം നമ്മുടെ മലയാള സിനിമയുടെ ഒരു വലിയ ഷിഫ്റ്റൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ആൾക്കൂട്ട് എപ്പോഴും ഒരു ഒന്ന് പാട്ടുകളും ഡാൻസുകളൊക്കെ ഇല്ലാതെ ആൾക്കൂട്ട് എപ്പോഴും ഒരു പാസിംഗ് മൂവ്മെൻറ്റ് പോലെ അതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമായി. ഈ സിനിമയിൽ നോക്കുവാണെങ്കിൽ ഇതിൽ പത്ര റിപ്പോർട്ടൊക്കെ വന്നതും ടെലിവിഷനിൽ വന്നതും ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് ഒക്കെ വരുന്നത് ഒരു ഏതെങ്കിലും വണ്ടി ട്രാവൽ ചെയ്ത സമയത്ത് നായകൻ്റെ പശ്ചാത്തലമായിട്ട് വന്നത്. ഇത് സെക്രട്ടേറിയറ്റ് ഇതിൻ്റെ ഒരു പ്രധാന പ്രതലമാവുന്നുണ്ട്. അവിടെ 7000-ഓളം ആക്ടേഴ്സ് വരുന്നു. അത് ഞാൻ പറയുന്നത് കുറേ കാലത്തിന് ശേഷമാണല്ലോ ഈ പറയുന്ന കുറച്ചുകൂടി ഒരു മാസീവ് സ്വഭാവത്തിൽ ഇത്രയും ആളുകളെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് അങ്ങനെ പക്ക ഇതിൻ്റെ ഒരു സ്കെയിലിംഗ്, ഇതൊരു തിയേറ്റർ ഡിസൈന് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ചെയ്ത രീതിയിൽ അത് ഈ സിനിമ ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട എന്നുള്ളത് ആദ്യം തീരുമാനിച്ചു. പിന്നെ പ്രതിച്ഛായ എന്നൊരു സിനിമയ്ക്ക് പേരിടണമെങ്കിൽ ആൾക്കൂട്ടം വളരെ പ്രധാനമാണ്. ആൾക്കൂട്ടമാണല്ലോ അത് നിർണ്ണയിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കൂട്ടത്തോടാണല്ലോ നമ്മൾ മുമ്പിലാണല്ലോ പ്രതിച്ഛായ ഉണ്ടാവുന്നത്. അപ്പോൾ അത് പിന്നെ മനീഷ് നേരത്തെ ചോദിച്ച പോലെ ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് വളരെ നമ്മുടെ ഓർമ്മയിലും ഉണ്ട്. അതെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ചലഞ്ചായിരുന്നു. അത് മുഴുവൻ അനുമതിയും വാങ്ങിച്ച് സുരക്ഷ ഉറപ്പാക്കി കൃത്യമായൊരു സമയം അവർ നമുക്ക് അനുമതി തന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ അത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഏതാണ്ട് ഒരു 6 ക്യാമറ ഉപയോഗിച്ച് ഇത്രയും ആളുകളെ കൊണ്ടുവന്ന് രാവിലെ തന്നെ ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യിച്ച് അങ്ങനെ കൊണ്ടുവന്ന് വളരെ എഫേർട്ട് എടുത്താണ്
അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു വ്യക്തിഗത സംഭാഷണത്തിൽ ശശി സാറിനോട് ചോദിച്ചിട്ട് ഈ ആൾക്കൂട്ടത്തിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ടാസ്ക് എന്താണെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രെയിൻഡ് ആക്ടേഴ്സ് അല്ലല്ലോ. അപ്പോൾ എനിക്കിതിലിപ്പം കുറേ കാലം ശേഷം ഇത്രയും ആളുകളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പം ആൾക്കൂട്ടത്തിന് അല്ലെങ്കിൽ ഒരു വർഗ ബഹുജന സംഘടനാ സ്വഭാവത്തിലോ ട്രേഡ് യൂണിയനിലോ അവരെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അല്ലല്ലോ ഒരു ക്യാമറ വേറെ ഓർഗനൈസ്ഡ് അല്ലല്ലോ. അപ്പൊ അവരെ മാനേജ് ചെയ്യുക, എന്നാൽ അവരെ ആക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഷോട്ടിലേക്ക് അവരെ എത്തിക്കുക. കാരണം നേരത്തെക്കാളും അതിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഒരിക്കലും പോലും ഒരു ഐവിശ്വാസ സിനിമ കാണുമ്പം അതിൽ ചെറിയ ഒരു സ്പോയിൽ സ്വഭാവത്തിലുള്ള ഒരാൾ തിരിഞ്ഞു പോയോ, ഒരാൾ മാരേജ് പോയോ, ഇപ്പം പിന്നെ സിവിൽ സാറിൻ്റെ പടത്തിലേക്ക് പോലെ യൂണിഫോം ഒന്ന് അയഞ്ഞു പോയോ എന്നൊക്കെ ഉള്ളത് വലിയ ചിന്തയാവില്ല. ഇപ്പം ആളുകൾ കുറച്ചുകൂടി സൂം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വിജയ് സിനിമയിൽ ഇത് AI വിഷ്വലാണ് എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഡീകോഡ് ചെയ്യുന്ന, അതിൻ്റെ ഡീപ്പ് അനാലിസിസ് നടത്തുന്ന ആ രീതിയിൽ വിഷ്വലി നോക്കുന്ന സമയത്താണല്ലോ ഇതിനെ സംബന്ധിച്ചുള്ള ഈ പറയുന്ന ഒരു മാസ് യുഫോറിയ ക്രിയേറ്റ് ചെയ്യാൻ കൂടിയാണല്ലോ ഇത്രയും ആളുകളെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കൊറിയോഗ്രഫിയിലുള്ള ടാസ്ക് എന്താ? അത് വലിയ ടാസ്ക്കാണ്. നമ്മൾ എത്ര പ്രീ ഡിസൈൻ ചെയ്താലും ആൾക്കൂട്ടത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആ ഡിസൈൻ അപ്സെറ്റ് ആവും. നമുക്കൊരിക്കലും അവരെ കളം വരച്ച് നിർത്താൻ പറ്റില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ, ഞാനങ്ങനെ നേരത്തെ ചെയ്യാറില്ല, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഐഡിയ കാണും എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ടീമിനോടാണ്. ഞാൻ ബിലീവ് ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള ടീം, ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടീം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് എന്നുള്ളതാണ്. സ്വന്തമായിട്ടൊരു സിനിമയിൽ വലിയ ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ഷാജി പാടൂർ. അദ്ദേഹമാണ് എൻ്റെ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. സുഗീഷ്, ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള സുഗീഷ്, സല്ലാബ്, ഷാഗ്, അങ്ങനെ കുറേ ആളുകൾ നമുക്ക് ഇതിനകത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്ണു. അപ്പോൾ ഇവർ അന്ന് ഞാൻ 2-3-4 ആളുകളെയും കൂടി കൂടുതൽ ചേർത്തു. പിന്നെ അജയ് വാസുദേവ്, അവനോട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്നാണ്. പിന്നെ 2 ഈ വിനോദ് ഇല്ലംപിള്ളിയും ഫൈസിയും ക്യാമറ അഡീഷണൽ ആയിട്ട് വിളിച്ചു. ഒരു വലിയ ഇത് ആക്ച്വൽ സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, മറ്റേ സെറ്റോ ഒന്നുമല്ല, സ്റ്റുഡിയോക്കകത്താണെങ്കിൽ പിന്നെയും കൺട്രോൾഡ് ആയി. ഇവരെല്ലാവരെയും കൊണ്ട് ഞാൻ തലേ ദിവസം അവിടെ പോയിട്ട് ഏരിയകൾ മാർക്ക് ചെയ്ത്, നമ്മൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞ് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയം നമ്മൾ റെൻറ്റിന് എടുത്തിട്ട് ഈ ആളുകളെ മുഴുവൻ അവിടെ അസംബിൾ ചെയ്യിച്ചിട്ട് ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഒരു ജിപ്പ് ഷോട്ട്, അതിൻ്റെ വേറെ ആംഗിളുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇവരെ നമ്മൾ പ്രകടനമായിട്ട് വരാൻ പറഞ്ഞു. പ്രകടനമായിട്ട് വരുമ്പോൾ ഇത്തിരി അനാർക്കി ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ആക്ഷനാണ്. അതാദ്യമേ നമ്മൾ ഷൂട്ട് ചെയ്തു. അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഷോട്ട് കൂടിയാണ് അത്, ആ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത്. അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ജാഥ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് വരെ എത്തും. അപ്പോൾ ഈ പോലീസ് ഏതാണ്ട് 800-900 പോലീസുകാരെ പറഞ്ഞിട്ടുണ്ട്. വണ്ടികൾ 8-10 വണ്ടികളുണ്ട്. അപ്പോൾ ആ 4 വണ്ടി വെച്ചിട്ട് 2 എൻഡിലും കുറുകെ അങ്ങ് ഇട്ടു. അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് കിട്ടി. 2 എൻഡിലും 4 വണ്ടി വരുമ്പോൾ ഈ ബ്ലോക്കല്ലേ നമുക്ക് വരും. അങ്ങനെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ഏത് ആംഗിൾ വെച്ചാലും ഔട്ടിൽ ആ വണ്ടി കാണും. അതൊരു വിഷ്വലി കൊറിയോഗ്രഫി. അങ്ങനെ ഇതൊക്കെ പറയാൻ പാടുള്ളതല്ല, പക്ഷെ ടെക്നിക്കലി കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളിയെ സംബന്ധിച്ചോളം ഓക്കെ, ട്രിവാൻഡ്രത്ത് താമസിച്ചവരും അല്ലെങ്കിൽ ഈ പറയുന്ന നഗരപ്രാന്തങ്ങളിൽ പലതരത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നവർ എപ്പോഴും ലാത്തി ചാർജ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരു മൂവി ബഫ് അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഇത് ടെലിവൈസ്ഡ് ആയിട്ടോ ഒന്നുകിൽ ലൈവ് ടെലിവിഷൻ കവറേജിലാണ്, അല്ലെങ്കിൽ കാണുന്നത് ഈ പറഞ്ഞ പഴയ സിനിമകളിലാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും വെൽ കൊറിയോഗ്രാഫിഡ് ഇത് കാണുന്നതല്ല, നേരിട്ട് കണ്ടവർ കുറവായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനം എങ്ങനെ സിനിമ എങ്ങനെ എക്സിക്യൂട്ട്, ആ ഒരു ബ്ലോക്കിനകത്തേക്ക് ഈ ജാഥ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 4 ആംഗിൾ ഹാൻഡിൽ ചെയ്താൽ മതി. അതിനകത്ത് പിന്നെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ തിരിച്ചാണ് അത് എടുത്തത്. പിന്നെ അതിനകത്ത് സായ് കുമാറിന്റെ പ്രസംഗമുണ്ട്, ഈ ട്രെയിലറിൽ കാണിക്കുന്നത്, അതും ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതപ്പോൾ 2 ആക്സസേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊരു സംഗതി ഉള്ളിൽ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഇത്തരത്തിലൊരു സീക്വൻസ് ആയതുകൊണ്ട് ഓർഡർ ഇത്തിരി ഡിസ്റപ്റ്റഡ് ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെയാണ് അത് മാനേജ്. അത് വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 5-6 hours കൊണ്ട് അത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റി.
വലിയ ചാലഞ്ചായിരുന്നു. അതിൽ ഞാൻ വിഷ്വലി അത് കാണും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീക്വൻസ് ശശിസാറിൻ്റെ ഓഫ് കോഴ്സ് പല സിനിമകളുണ്ട്. കമ്മീഷണറിൽ ഷാജി എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ടാണ്, അത് ഭയങ്കര ചടുലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഷാജി അവിടെ ഒരു ബ്രില്യൻസ് കാണിച്ചാൽ അത് കൂടുതലും ഷാജി ടെലി ബേസ്ഡ് ആണ്, കുറച്ചുകൂടി ലെൻസിങ് ഒക്കെ അങ്ങനെയാണ് പുള്ളി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി വൈഡ് ആണ്, ബ്ലോക്ക് ലെൻസ് ആണ് കുറെ കൂടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് പറയും, ഇപ്പം ഇതിൽ സായ്കുമാർ ഇതുപോലെ തന്നെ ബാലേന്ദ്രൻ സാറിൻ്റെ സായ്കുമാർ നമുക്കറിയാം രാഷ്ട്രീയ നേതാക്കളുടെ കഥാപാത്രമാകുന്ന സമയത്ത് ശരീരഭാഷയിലും ഡയലോഗ് ഡെലിവറിലും ഭയങ്കര യുണീക്നെസ് ഉള്ള ഒരാളാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ പ്രസൻറ്റേഷൻ വരിക. ഇപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി, പിണറായി എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോഴും ഇവിടെ ഒരു മിമിക് ചെയ്യുക അല്ലെങ്കിൽ അനുകരണ സ്വഭാവം എന്നുള്ള സാധനം ആണ് പൊതുവെ സിനിമ പലപ്പോഴും സമീപിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ജനാർദ്ദനെ നായനാരായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് നായനാരെ അനുകരിക്കുന്ന വിധത്തിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇത് പക്ഷേ ക്യാരക്ടേഴ്സിന്, അതായത് ഞാൻ പറയുന്നത് മടിയിൽ കനമുണ്ടോടെ വഴിയിൽ പേടിക്കേണ്ടതെന്നുള്ളത് പിണറായി വിജയന്റെ എല്ലാ കാലത്തേക്കും പുള്ളി അഴിമതി ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച വാക്കായിട്ട് കാണുന്ന സംഗതിയാണ്. അതാണ് ഇവിടെ സായ്കുമാറിന്റെ കഥാപാത്രം പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന സംഗതി ഉണ്ടാക്കുമ്പോഴും അവിടെ ഒരു അനുകരണ സ്വഭാവം അല്ലെങ്കിൽ മിമിക് ചെയ്യുക എന്നുള്ള സാധനം വേണ്ടെന്ന് വെച്ചാണോ? വേണ്ടെന്ന് വെച്ചാൽ മാത്രമല്ല, ടെറിഫിക് ആക്ടറാണ്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളല്ലേ സായ്കുമാർ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മലയാളത്തിലെ ആക്ടേഴ്സിൽ ഒരാളാണ്. സായ്കുമാറും സിദ്ദിഖുമാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലുള്ള രണ്ട് പെർഫോമൻസ് റേഞ്ചുള്ള അതിഗംഭീര നടന്മാരെന്ന് പറയുന്നത്. സായി ഇസ് എ വണ്ടർഫുൾ ആക്ടർ. അത് ഞാൻ പറഞ്ഞില്ല, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഇത് കേട്ട് അതിലേക്ക് കയറുക എന്ന് പറയുന്നത് അതൊരു ഒരു അസാധ്യ നടന് മാത്രം. എന്താ ഇപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ബ്രീഫ് എന്തായിരിക്കും ഈ പറയുന്ന ഇത്രയും വലിയ, ഞാൻ പറഞ്ഞ അങ്ങനെ അത്രയും അത് കമ്മ്യൂണിസ്റ്റുകാരനാണ്, കണ്ണൂർക്കാരനാണ്. അപ്പൊ എന്നോട് പുള്ളി ചോദിക്കും ഇന്ന ആളെ വേണോ ഇന്ന ആളാണോ. ഞാൻ പറഞ്ഞു ഇവരെ എല്ലാവരെയും വെച്ചോളൂ, ഒരാളെ വെക്കണ്ട, നമുക്കുള്ളിൽ പല ആളുകൾ ഉണ്ടാവാൻ. ഇതിൻ്റെ ബേസിക് സംഭവം ഞാൻ പറഞ്ഞ പോലെ ഒരു സീൻ ഞാൻ വായിക്കുക എന്നുള്ളതാണ്. അത് എന്നോട് വർക്ക് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സും അത് എന്നോട് തന്നെ പറയാറുണ്ട്, അതൊന്ന് വായിച്ച് കേൾക്കണം. അപ്പം ഞാനത് വായിക്കുമ്പോൾ അവർക്ക് ഞാൻ എവിടെയാണോ ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നത്, ഞാൻ എവിടെയാണോ ഒരു പോസ് കൊടുക്കുന്നത്, അതിൻ്റെ റിതം എന്താണ്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയാണ് സായി. പിന്നെ സായി ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വളരെ പെട്ടെന്ന്. അപ്പം ഒരു ഷോട്ട് കഴിഞ്ഞാൽ സായി എന്നോട് ചോദിക്കും കുറയ്ക്കണോ കൂട്ടണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു മീറ്റർ ഫിക്സ് ചെയ്താൽ പിന്നെ അത് ഈ സിനിമ എടുക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ, എനിക്കൊന്ന് നിവിനും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, നിവിനുമായിട്ടുള്ള ഒരു സീനിൽ ഞാൻ ഓക്കെ എന്നൊരു ഷോട്ട് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്ക് ഹെഡ്സെറ്റ് കേൾക്കാം, ഇവർക്ക് മൈക്കുണ്ടല്ലോ സായി, അല്ല അത് ഒന്നുകൂടി വേണം, അതല്ലല്ലോ ഓക്കെ. അപ്പോൾ അത്രയും ഞങ്ങൾ തമ്മിലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അങ്ങനെ രണ്ടാമതൊന്നുകൂടി അത് പുള്ളി തന്നെ ചെയ്തു. ഈ സമകാലീന രാഷ്ട്രീയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലം വരുന്ന സിനിമ വരുമ്പം അവിടെയും എല്ലാവരും ഒരു ബൈനറി പ്രതീക്ഷിക്കും, ഒരു നായകൻ പ്രതിനായകൻ, ആ ദ്വന്ദ്വാണല്ലോ. ഇതിൽ പെട്ടെന്ന് നമ്മൾ ഈ പിണറായി ഉമ്മൻചാണ്ടി അങ്ങനൊരു ദ്വന്ദ്വത്തിലേക്ക് പക്ഷേ വിഷ്വലി ട്രെയിലറൊക്കെ വന്നപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത്. അതേസമയം തന്നെ പുറത്തേക്ക് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ പിണറായി വിജയനായിട്ട് ഏറ്റവും അടുത്ത വ്യക്തിബന്ധമുണ്ടെന്ന് ചർച്ചകളിലും, അതായത് പുറമേക്ക് ഏറ്റവും പിണറായി വിജയൻ ഏറ്റവും വ്യക്തിബന്ധമുള്ള ചലച്ചിത്രകാരനെന്ന് കരുതുന്ന ഒരാൾ പിണറായി വിജയൻ്റെ കൂടി പ്രതിനിധാനമുള്ളൊരു സിനിമ വിഷ്വലി കാണുന്നത്. ഞാൻ ഇത് ട്രെയിലറിൻ്റെ പശ്ചാത്തലത്തിലുള്ള നിഗമനങ്ങളാണ്. അങ്ങനെ ഒരു സിനിമ വരുന്ന സമയത്ത് ഇതിന്റെ എന്തായിരിക്കും ഇതിന്റെ ഒരു ഇമ്പാക്ട്? അങ്ങനെ കൂടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് പ്രൊപ്പഗൻഡ ആണോ. അതെ, ഞാൻ അവരോട് പറഞ്ഞു ഇതിനകത്ത് ഇത്രയും വലിപ്പമുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് എത്രയായിരിക്കും എന്ന് മനുഷ്യന് ഊഹിക്കാമല്ലോ, കോ പ്രൊഡ്യൂസർ കൂടി ആകുമ്പോൾ. അപ്പോൾ ഞാൻ 50% ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലും വളരെ ജനറസ് ആയിട്ട് എൻ്റെ കൂടെ ഗോകുലം പോലെ ഗോപാലേട്ടൻ കൂടെ നിൽക്കുകയും കൃഷ്ണമൂർത്തി, ഗോകുലം, അവർ 50% ചെയ്യുകയും എനിക്ക് ഒരു ഉപാധികളും ഇല്ലാതെ ആ 50% സപ്പോർട്ടും തരുമ്പോൾ ഇതൊരു അത്രയും മുതൽ മുടക്കുള്ള സിനിമയാണ്. അത്രയും രൂപയൊക്കെ മുടക്കി ഒരു പ്രൊപ്പഗൻഡ ചെയ്യാൻ മാത്രം എനിക്ക് അങ്ങനെ
രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു പിണറായി വിജയൻ സമം സായികുമാർ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. സായികുമാറിൻ്റെ ക്യാരക്ടറും പിണറായി വിജയൻ്റെ ക്യാരക്ടറുമായിട്ട് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അങ്ങനെ ഒരു ബൈനറി ഇതിനകത്ത് ഇല്ലതാണ്. ഞാനൊരു വേറൊരു തരത്തിലുള്ള, ഞാൻ പറഞ്ഞില്ലേ പ്രതിച്ഛായ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്, അതിനകത്ത് എത്രത്തോളം കോർപ്പറേറ്റുകൾ പങ്കുവഹിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് അതിനകത്ത് മേജർ കൺസേൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ ഒരു എലിമെൻ്റ് ഒരു കഥയിൽ വീണ് കഴിഞ്ഞാൽ ആ കഥയുടെ ഡ്രിഫ്റ്റിനൊപ്പം പോവുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ ലോയൽറ്റി നമ്മൾ നോക്കണ്ട. കഥയോടും അതിൻ്റെ നരേഷനോടും നമ്മൾ ലോയലാകുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പുറത്ത് നമുക്ക് എന്തൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നുള്ളതൊന്നും നമ്മുടെ വിഷയമില്ല. ഈ സിനിമ കൊണ്ട് അങ്ങനെ എന്താ പറയുന്നത്, ഈ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊരു സാധാരണ രാഷ്ട്രീയ നേട്ടം ഏതെങ്കിലും മുന്നണികൾക്കോ പാർട്ടിക്കോ അങ്ങനെ നേട്ടം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ അതിനൊന്നും അത്രയൊന്നുമുള്ള ശക്തമായിട്ടുള്ള സിനിമയാണ് എനിക്ക് തോന്നുന്നു. ഇലക്ഷൻ സിനാരിയോയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചർച്ചകൾ ഒന്നായിരിക്കുമല്ലോ. അത് ചർച്ചകൾ ഉണ്ടാവുമായിരിക്കും. അത് എന്തുകൊണ്ടായാലും ചർച്ചകൾ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു കോൺസിക്വൻസ് ഒന്നും എൻ്റെ മനസ്സിൽ ഈ സിനിമ ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ക്ലീനായിട്ടുള്ള ഉത്തരം. ഒപ്പം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ വിട്ടുപോകുന്നതും ഒരു സിനിമയുടെ പ്രീ റിലീസ് ഘട്ടം, എന്നാൽ പോലും 18 വർഷത്തെ സംഘടനാ ജീവിതം കൂടി സമാന്തര യാത്രയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു ഈ തൊഴിൽ വേതന കരാറുമായി ബന്ധപ്പെട്ടത്. അതായത് ഒരു രാജ്യത്തെ മറ്റ് ഫിലിം ഇൻഡസ്ട്രികൾക്ക് മുന്നിൽ അഭിമാനത്തോടെ മലയാളത്തിന് വെക്കാവുന്ന സംഗതി. അവിടെ ശരിക്ക് ഒരു തരത്തിലുള്ള, അതായത് മുമ്പൊക്കെ ഇത്തരം ചർച്ച വരുമ്പം ഇൻഡസ്ട്രി നിർത്തിവെച്ച് പണി മുടക്കി, അതായത് ഒരു തർക്കത്തിൻ്റെയും വലിയ വാഗ്വാദത്തിൻ്റെയും വ്യക്തിഹത്യ വരെ എത്തുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാറി ഒന്നിച്ചിരുന്ന് ഇവിടുത്തെ നിർമ്മാതാക്കളും ട്രേഡ് യൂണിയനും കൂടി കൈകൊടുത്തുകൊണ്ടൊരു വേതന കരാറിലെത്തുന്നു, അതൊരു പോളിസിയായി മാറുന്നു എന്നുള്ളത്, അത് ഭയങ്കര ഒരു മോഡൽ മറ്റ് ഇൻഡസ്ട്രിക്കുള്ള സംഗതിയായിരുന്നു. അതിലേക്ക് എത്ര വേഗത്തിൽ സത്യത്തിലെത്താനായി? എന്തായിരുന്നു ടാസ്ക്? ഒരുപാട് സമയമെടുത്തു. അത് മനുഷ്യ പറഞ്ഞ പോലെ ഞങ്ങളുടെ മാത്രം ക്രെഡിറ്റ് അല്ല, ഇവിടുത്തെ നിർമ്മാതാക്കളുടെയും കൂടി സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം അതിനകത്ത് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഏതാണ്ട് 2-2.5 വർഷം എടുത്തു ഈ പ്രോസസ്സിലേക്ക് എത്താൻ. 3 വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തൊഴിൽ കരാർ വന്നപ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് നമ്മൾ പോയത്. അപ്പം നമ്മളുടെ നിരന്തരമായി നമ്മളുടെ എല്ലാ ഘടകങ്ങളും, ഇത്രയും ഫെഫ്കയിലുള്ള അംഗസംഘടനകൾ മുഴുവനും ആലോചിച്ച് അതിനൊരു ക്രമമുണ്ടാക്കി, അത് പതുക്കെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ മാനസികമായിട്ട് അതിനകത്ത് പരുവപ്പെടുത്തി, അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയി നിങ്ങൾ കണ്ടത് അതിൻ്റെ അവസാനത്തെ പാർട്ട് മാത്രമാണ്. നല്ല മുന്നൊരുക്കം അതിനുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. 18 വർഷത്തെ ഇത് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും 18 വർഷത്തെ ഒരു എന്നോട് നിങ്ങൾ 3-4 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തൊഴിൽ വേതനമുണ്ട്. അതുപോലെ മലയാള സിനിമയിലെ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി വേറെ ഒരു ഇൻഡസ്ട്രിയിലുമില്ല. കമലഹാസൻ പറഞ്ഞത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ, മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം വേറെ ആരെയും ആശ്രയിക്കാതെ, ഇൻഷുറൻസിനെ ഒന്നും ആശ്രയിക്കാതെ, ഞങ്ങളുടെ തന്നെ ഇൻറ്റേർണൽ റിസോഴ്സസ് ഉപയോഗിച്ച് ഒരു പൂൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തുനിന്ന് 3 ലക്ഷം രൂപ വരെ ഒരു വർഷം ഒരാൾക്ക് ചികിത്സാ സഹായമായിട്ട്, അയാൾ ആശുപത്രിയിൽ പ്രവേശിച്ച് ഡിസ്ചാർജ് ആകുമ്പോൾ അയാളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ചെല്ലും. അങ്ങനെ ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇവിടെ. അതിനും നല്ല രീതിയിൽ ഉള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് ഇപ്പം 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതിനു മുമ്പ് രാത്രി ബത്ത ഏർപ്പെടുത്തിയതാണ്. ഡബിൾസ് എന്ന് പറയുന്ന സിനിമ നടക്കുമ്പോഴാണ് മലയാളത്തിൽ ആദ്യമായിട്ട് രാത്രിയിൽ പണിയെടുക്കുന്നവർക്ക് ഓവർ ടൈം കിട്ടുന്നത്. അതുവരെ ഓവർ ടൈം ഇല്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മലയാള സിനിമയിലെ തൊഴിലാളികളിൽ റിട്ടയർമെൻറ്റ് 60 വയസ്സ് കഴിഞ്ഞ് പോകുന്നവർക്ക് വലിയ തുകയും മാസം റിട്ടയർമെൻറ്റും കൊടുക്കുന്ന 8ഓളം യൂണിയനുകളുണ്ട് ഫെഫ്കയിൽ. മിക്കവാറും എല്ലാ യൂണിയനുകളിലും ഈ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. മാസം 60 വയസ്സ് കഴിയുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്ന യൂണിയനുകളുണ്ട്. റൈറ്റേഴ്സ് യൂണിയനൊക്കെ വലിയ തുകയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല തൊഴിൽ അന്തരീക്ഷമുള്ളത്
മലയാള സിനിമയിലാണ്. അത് മറ്റ് ഫെഡറേഷനുകൾ സമ്മതിക്കുന്നുമുണ്ട്. അത് തീർച്ചയായിട്ടും അഭിമാനകരമായ കാര്യമാണ്. അത് എൻ്റെ മാത്രം എടുക്കല്ല, അത്തരം ചില ആലോചനകൾ എനിക്ക് ശക്തമായിട്ട് ഉണ്ട്. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം വെച്ച് ചോദിക്കണം, ഈ ശരിക്കും ഇതെല്ലാം വൈയക്തികമായിട്ട് വ്യക്തിഗതമായിട്ട് കൂടി ബാധിക്കുന്ന സംഗതിയാണല്ലോ സംഘടനാ പ്രവർത്തനം. ഇപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്, റൈറ്റർ എന്നുള്ള പെർസ്പെക്റ്റീവ് കൂടി ഉണ്ട്. ഒരു എഴുതാം, അത് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇതിലേക്ക് നിൽക്കുന്ന സമയത്ത് ഒരു എഴുത്തിനോ വായനയ്ക്കോ വേണ്ടി സമയം നീക്കി വെക്കാം എന്ന് പറയുന്ന സമയത്ത് സംഘടനാപരമായി, തൊഴിൽപരമായ അംഗസംഘടനകളിൽ നിന്നുള്ള കോളുകൾ വരാം. അത്തരം ഇടപെടലുകളും അത്തരം സംഭാഷണങ്ങളിലേക്കുമായിട്ടായിരിക്കുമല്ലോ നല്ലൊരു സമയം അപഹരിച്ചു പോവുക. ഈ 18 വർഷം എന്ന് പറയുന്ന സമയത്ത് അതിനെ വ്യക്തിപരമായിട്ട് അത് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു 12 വർഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 18 തൊട്ട് 20 മണിക്കൂർ വരെ ഞാൻ സംഘടനാ പ്രവർത്തനത്തിനെ മാറ്റിവെച്ച വർഷങ്ങളുണ്ട്. അതിനിടയിൽ കിട്ടുന്ന സമയം ഗ്രാബ് ചെയ്യുന്ന സമയം മാത്രമാണ് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം അന്ന് സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട്, വേറെ സാഹിത്യ സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങളും ഇടയ്ക്കിടയ്ക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഞാനത് ഒരു കഴിഞ്ഞ 6-7 വർഷമായിട്ട് അത് കുറച്ചുകൊണ്ട് വരികയാണ്. കാരണം ഇപ്പോൾ ഫെഫ്കയ്ക്ക് ഒരു വർക്കിംഗ് സെക്രട്ടറി ഉണ്ട്, സോഹൻ സീനുലാൽ. പിന്നെ ഞങ്ങൾക്കൊരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, 7 പേരടങ്ങുന്നത്. അപ്പോൾ അവരാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സ്ട്രക്ചർ അങ്ങനെ അത് കാലക്രമേണ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വളരെ എന്താണ്, ഒരു പോളിസി മാറ്ററിൽ മാത്രമേ സാധാരണ ഇടപെടാറുള്ളൂ. ദൈനംദിന തർക്കങ്ങളിലൊന്നും ഇടപെടാറില്ല. പക്ഷേ അതൊക്കെ പണ്ട് വളരെ കൃത്യമായിട്ട് ഇത്രയും നാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി ഡിസൈൻ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, തൊഴിൽ കരാർ എങ്ങനെ, അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. മനീഷ് എന്നോട് ചോദിക്കുക, വരുന്ന കോളുകൾ, ഞാൻ വരുന്ന കോളുകൾക്ക് എണ്ണക്കുറവുണ്ടാവില്ലോ. എനിക്കറിയാം, കോവിഡ് കാലത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഫോണിൽ റെക്കോർഡ് നമ്പർ ഓഫ് കോള്, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ബിലോ ദ ലൈൻ എന്നൊക്കെ പറയാവുന്ന അതിസാധാരണ തൊഴിലാളികളുടെ അങ്ങനെ നമ്പർ ഓഫ് കോളുകൾ എല്ലാ മേഖലയിലും അതിപ്പോഴും വരാറുണ്ട്. അത് എനിക്ക് എന്നോട് മനീഷ് ചോദിക്കുകയാണ്, 18 ഇപ്പം ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ എത്രയായി, 99 ആണ്. അപ്പം 27 വർഷമാകുന്നു, അല്ലേ, 27 വർഷമാകും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തരുന്നത്, മനുഷ്യ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് ക്ലാസ് ആയിട്ട് മലയാള സിനിമയിലും ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അതിൽ ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെയും എനിക്ക് അവരുടെ പേരറിയാം, അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്നറിയാം, അവരുടെ പ്രശ്നങ്ങളറിയാം. അതിൽ ഞാൻ എല്ലാ ദിവസവും അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ പ്രശ്നം വരുമ്പോൾ അവർ ഒരു ഹൈറാർക്കിയോ മറ്റ് സംഘടനാ സ്ട്രക്ചറോ നോക്കാതെ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത്, ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അഞ്ചലിനപ്പുറം മലയാള സിനിമയിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത ഒരു സ്ത്രീ, അവർക്കാരുമില്ല, ഭർത്താവ് മരിച്ചു, മക്കളൊന്നും കൂടെയില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് കോവിഡ് വന്ന് മൂർച്ഛിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്. അവർ എന്നെയാണ് ഡയറക്റ്റായിട്ട് വിളിച്ചത്. നമുക്കത് 3 മണിക്കൂറിനുള്ളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരുപാട്, ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ ആശുപത്രി കിടക്കുമ്പോഴോ അദ്ദേഹത്തിന് അവർക്കോ മരണം സംഭവിക്കുമ്പോഴായിരിക്കും നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളുടെ സാന്നിധ്യം അവിടെ കാണുന്നത്. പക്ഷെ ലൈം ലൈറ്റിലില്ലാത്ത എത്രയോ പേര് ഇതുപോലെ മരണപ്പെടുന്നുണ്ട്, ആശുപത്രി കിടക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ പോകാറുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, അത് നമുക്ക് കൂടെ ഉള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എമ്പതി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, സഹജീവി. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിലോസഫർ അതിന് പൊളിറ്റിക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് വേണ്ടത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. അവരനെ പൂർണ്ണ ഉപാധികളില്ലാതെ അടുപ്പിച്ചു നിർത്തുന്ന
ഒരു രാഷ്ട്രീയമാണ് വേണ്ടത്. അപ്പോൾ എമ്പതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമുക്കറിയാമല്ലോ ഇറാൻ അധിനിവേശമൊക്കെ നടക്കുന്ന ഈ കാലത്ത് എമ്പതി എന്ന് പറയുന്ന വാക്കിന് വലിയ മാനങ്ങളുണ്ട്. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റി, ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അപ്പം അതിൽ ഞാൻ വിശ്വസിക്കുന്നു, അതെന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമോ ഒരു വിമർശനമോ ഒരു താറടിക്കലോ എന്നെ ഏശാറില്ല. ഞാൻ അതിനെ കെയർ ചെയ്യാറില്ല. കാരണം എനിക്ക് ഉറച്ച ബോധ്യങ്ങളുണ്ട്. ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്, ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എൻ്റെ സംഘടനയിൽ ചർച്ച ചെയ്യാതെ ഒരു കാര്യവും ഞാൻ പറയാറില്ല. വെളി കേൾക്കുന്നത് ഞാൻ പറയുന്നതായിരിക്കാം. അപ്പോൾ ശബ്ദം സംഘടനയുടേതാണ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു കോ എക്സിസ്റ്റൻസ്, ഒരു എമ്പതി നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോയി എന്ത് കാര്യം പറയുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടില്ല. അതിന് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോയി എന്നെ വിമർശിക്കാം, ഞാനത് യേശുന്നുമില്ല. പക്ഷെ നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ഇപ്പോൾ എനിക്ക് തെറ്റുകൾ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട് സംഘടനാപരമായിട്ട്. അതെല്ലാം എൻ്റെ സംഘടനയ്ക്കുള്ളിൽ ഞാൻ ഏറ്റു പറഞ്ഞിട്ടുള്ള ആളാണ്. അതിനെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പോകുന്നത്രയും അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ്. പക്ഷേ ഈ പോകൽ എത്ര നാൾ വേണമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ വീണ്ടും വിചാരമുണ്ട്. കാരണം 18 years ഇസ് ടു ലോങ് എ പീരീഡ്. അത് അതിനൊരു അവസാനം വരേണ്ട സമയമായി എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കൂടെയുള്ളവരൊട്ടും അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന, ഇപ്പം നമ്മൾ പറയില്ല കേരളം തൊഴിൽ സൗഹൃദ സംസ്ഥാനമാണ്, തൊഴിലാളി സൗഹൃദ സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ സിനിമ എപ്പോഴും സിനിമ വ്യവസായം എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഷോ ബിസിനസ് ഒരു ഗ്ലാമർ ഇൻഡസ്ട്രി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ബിലോ ദ ലൈൻ എന്ന് പറയുന്ന, അതിൽ ഈ പറയുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ഡെയിലി വേജസ് അടക്കമുള്ള ആളുകളുടെ കാര്യം വരുന്ന സമയത്ത് എപ്പോഴും അസംഘടിതരും അരക്ഷിതത്വമുള്ളൊരു മേഖലയാണ്. കാരണം വെച്ചാൽ നാളെ ജോലിയുണ്ടോ, അത് ഒരു വലിയ ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണല്ലോ. ആരുടെയും കണ്ണെത്താത്ത ഒരു ഇടമാണ്. സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സാമ്പത്തികമായിട്ട് ഭദ്രമാണെന്ന് കരുതുന്ന സ്ഥലമാണല്ലോ. ശരിക്കിപ്പോൾ ഒരു ഇലക്ഷനിലേക്ക് കൂടുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം വർക്ക് ചെയ്യുന്നൊരു മേഖല എന്നുള്ള രീതിയിൽ ഒരു പുതിയൊരു സർക്കാരിന് തുടർച്ചയുണ്ടായാലും മറ്റൊരു മുന്നണിയുടെ നേതൃത്വത്തിൽ സർക്കാർ വന്നാൽ പോലും എന്തായിരിക്കും ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടിയുള്ള ഒരു കാര്യം സിനിമാ മേഖലയ്ക്ക് ചെയ്യേണ്ടത്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പറയുമെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങളെ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പം നവീകരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചിത്രാഞ്ജലി നവീകരണം അല്ലെങ്കിൽ തിയേറ്ററുകൾ നവീകരണം എന്ന് പറയുമ്പോൾ വ്യാവസായികമായിട്ടുള്ള അങ്ങനെയുള്ള കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, സാംസ്കാരിക ക്ഷേമനിധി. ഇപ്പോൾ സാംസ്കാരിക ക്ഷേമനിധി തന്നെ MA ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ അവിടെ ആലോചിക്കേണ്ട സിനിമയുടെ റവന്യൂ എടുത്തിട്ടാണ് മറ്റുള്ള കലാകാരന്മാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കണം. അവർക്ക് അംശാദായം കുറവുമാണ്. ആ ഡിസ്പാരിറ്റിയെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞിട്ടും അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ അതിൻ്റെ കരട് എഴുതി ഉണ്ടാക്കാനുണ്ടായിരുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ സർക്കാരിൻ്റെ കാര്യം അവർ ചെയ്തു തരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പലതവണ, ഇപ്പോൾ നികുതിയെ സംബന്ധിച്ച് ഈ മേഖല എത്രത്തോളം റവന്യൂ കൊടുക്കുന്നതാണ്. അപ്പം നികുതി ഇളവിനെ സംബന്ധിച്ച് നമ്മൾ പലതവണ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതുവരെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഓഫ് കോഴ്സ് ഈ ക്ഷേമനിധി എന്ന് പറയുന്ന ഒരു ഗംഭീരമായ സംഗതി അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ മനീഷ് പറഞ്ഞ പോലെ സിനിമയിലെ ഈ വർക്കിംഗ് ക്ലാസ് ഇപ്പോൾ അസംഘടിതരല്ല. അവർ വലിയ സംഘടിത ശക്തിയാണിപ്പോൾ. അവിടെ വലിയ ഡെക്കോറമുണ്ട്. അവർക്ക് കൃത്യമായിട്ട് വേതനം കിട്ടുന്നുണ്ട്, കൃത്യമായിട്ടുള്ള സമയവ്യവസ്ഥയുണ്ട്, വേതനം വാങ്ങിയെടുക്കാൻ കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഇന്ന് അത് നടക്കുന്നുണ്ട്. മറ്റൊരു ഇൻഡസ്ട്രിക്ക് അനുകരിക്കാൻ ടെക്നിക്കലി പറ്റുന്നില്ല, ഇത്രയും അത് പറ്റുന്നില്ല. അത്രയും ഓർഡേഡായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അത് വലിപ്പച്ചെറുപ്പമില്ലാതെ ബാക്കിയുള്ളവരും അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഈ 18 വർഷക്കാലത്ത് പ്രവർത്തനത്തിലൂടെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന നേടിയെടുത്തൊരു സംഗതിയാണ്. അപ്പോൾ അസംഘടിതരായ തൊഴിലാളികൾ സംഘടിതരായപ്പോൾ അവർക്കുണ്ടായ ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് ഫെഫ്ക എന്ന് പറയുന്നത്. അതവർ ഓൺ ചെയ്യുന്നു. അതങ്ങനെ തന്നെ മുമ്പോട്ട് പോകും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. കോവിഡ് കാലത്തൊക്കെ ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിച്ച തൊഴിലാളി സംഘടനയാണ് ഫെഫ്ക എന്നുള്ളത്. അതിനെക്കുറിച്ചൊരു പൊതുബോധം വെളിയിലുണ്ടോ, മാധ്യമബോധം വെളിയിലുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കണക്കിലെടുക്കുന്നേ ഇല്ല.
കാരണം എന്താണ് ഫെഫ്ക എന്ന് പോലും അറിയാൻ വയ്യാത്ത. ഇപ്പോൾ കോൺക്ലേവിൽ വന്നിരുന്നിട്ട് ഒരു സ്ത്രീ കൂട്ടായ്മയുടെ പ്രവർത്തക ഞാൻ പങ്കെടുത്ത സെഷനിൽ ഫെഫ്ക ട്രേഡ് യൂണിയൻ അല്ല എന്ന് പറഞ്ഞു, അതൊരു വെൽഫെയർ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. ഈ പറയുന്നവർക്ക് ഓഫീസ് പോലും ഇല്ലയെന്ന് ആലോചിക്കണം. ഒരു കൃത്യമായ ബൈലോയോ തിരഞ്ഞെടുപ്പോ ഇല്ലാത്ത ഒരു കളക്റ്റീവിൻ്റെ പ്രതിനിധിയാണ് അത് പറയുന്നത്. എക്സിബിറ്ററാണ്, സ്വന്തം സിനിമകളുടെ നിർമ്മാണ പങ്കാളിത്തത്തിൽ കൂടിയുള്ള ഒരാളാണ്. അപ്പോൾ മലയാള സിനിമ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഏറ്റവും പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന ഇതാണ്. പക്ഷെ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും റിസ്കി ഇൻഡസ്ട്രി ആയിട്ട് കൂടി കാണുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു അരക്ഷിതത്വം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ഉള്ള ഈ വാറ് പോലും ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. അതായത് GCC, റെസ്റ്റ് ഓഫ് ദ വേൾഡിൻ്റെ കളക്ഷൻ സംഗതി എന്നുള്ളത്. ഈ മലയാള സിനിമയുടെ വ്യവസായം എന്നുള്ള രീതിയിലുള്ള ആശങ്കകൾ ഏത് രീതിയിലാണ് കാണുന്നത്? വലിയ ആശങ്കയുണ്ട്, എക്കാലത്തും ഉണ്ട്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് കാരണം ഈ OTT പ്ലാറ്റ്ഫോംസൊക്കെ സിനിമ അക്വയർ ചെയ്യുന്നത് വളരെയധികം കുറച്ചിട്ടുണ്ട്, പണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുതൽ മുടക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കാര്യം അത് തിയേറ്റർ സിനിമകൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയില് വേണം, അതിന് നിങ്ങൾക്ക് പണം മുടക്കിയേ പറ്റുള്ളൂ. അപ്പോൾ മുതൽ മുടക്ക് വല്ലാതെ വർദ്ധിക്കുന്നു, പ്രതിഫലം വല്ലാതെ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. റവന്യൂ അതിനനുസരിച്ച് ഉണ്ടാകുന്നില്ല. നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഇപ്പോൾ റവന്യൂ കിട്ടുകയുള്ളൂ. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം ആയിരിക്കാം മാക്സിമം OTT, 2-3 പ്ലാറ്റ്ഫോം ആയിരിക്കും വാങ്ങിക്കുന്നത്. അവർക്ക് എത്ര സിനിമകൾ വാങ്ങിക്കാൻ പറ്റും? 24-30 സിനിമകൾ, 180-200 സിനിമ ഉണ്ടാകുന്ന സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെതായ ഒരു പരിമിതി ഇതിനകത്തുണ്ട്. തിയേറ്ററിൽ നിന്ന് മാത്രമേ നമുക്ക്. പക്ഷെ ലോകമെമ്പാടുമുള്ള ഒരു സിനിമാ വ്യവസായത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഞാനതൊരു ഡാറ്റ അനാലിസിസ് നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 14-15% വരെ സക്സസ് റേറ്റ് ഉള്ളൂ ടോട്ടൽ ഇൻഡസ്ട്രിയിൽ. ഏറ്റവും നല്ല വർഷത്തിൽ പോലും അത്രയേ ഉള്ളൂ. ലോകമെമ്പാടുമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഇൻഡസ്ട്രി ഒരു വോളറ്റൈലായിട്ടുള്ള ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ബൈ ഡിഫോൾട്ട്. അത് കുറേ കൂടി ഈ സാഹചര്യം നമ്മളെ മുതൽ മുടക്കാൻ ആളുകൾ വരാതാകും എന്നൊക്കെയുള്ള ഭീതി പലപ്പോഴും ആളുകളെ വരാറുണ്ട്. പക്ഷെ എന്നെ കുറേ കൂടി ആശങ്കപ്പെടുത്തുന്നത് കോർപ്പറേറ്റുകളിലെ വരവ്, കോർപ്പറേറ്റൈസേഷൻ. അവരുടെ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് വളരെ ഡ്രക്കോണിയനായിട്ടുള്ള കോൺട്രാക്ട്സാണ്. യാതൊരു വിധത്തിലും അധ്വാനത്തിനോ ക്രിയേറ്റിവിറ്റിക്കോ റെസ്പെക്റ്റ് കൊടുക്കാത്ത കോൺട്രാക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളിവിടെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനത്തെ കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യും. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലൊക്കെ സൈൻ ചെയ്യില്ല. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട്, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് അംഗീകരിച്ച കോൺട്രാക്റ്റുകൾ മാത്രമേ സൈൻ ചെയ്യുള്ളൂ. അതായത് ഇനി ഏത് കോർപ്പറേറ്റ് വന്ന് ഏത് ഇത് തന്നാലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറില്ല. അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ബോംബെ, ഇപ്പം മുംബൈ ഇൻഡസ്ട്രി, ഹിന്ദി ഇൻഡസ്ട്രിയിലൊക്കെ പൂർണ്ണമായും കോർപ്പറേറ്റുകളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അവർ ഔട്ട്സോഴ്സ് ചെയ്യാം. അവർക്ക് ഏത് സമയം വേണമെങ്കിലും ആരെ വേണമെങ്കിലും പറഞ്ഞു വിടാം. ഫൈനൽ കട്ട് അവരുടേതാണ്. ഇപ്പോൾ സിനിമ ആരുടേത് എന്നുള്ള പഴയ ഒറ്റുവത്തികളൊക്കെ പോയി കേട്ടോ. പോയിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ക്ലൈമാക്സ് മാറ്റാം, റിലീസ് നിശ്ചയിക്കാമല്ലേ. ഇത് ആരെയാണ് എന്നുള്ളൊരു വലിയ ചോദ്യം ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അത് കോർപ്പറേറ്റിൻ്റെ ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരു കാര്യം കൂടിയില്ല, ഇപ്പം നമുക്കറിയാം ഒരു സോഷ്യൽ ടച്ച് പോയിന്റുകളുടെയൊക്കെ ഭയങ്കരമായ ധാരാളിത്തമുള്ളൊരു കാലത്ത്, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ധാരാളത്തിൽ സിനിമയിലെ ആക്ടേഴ്സും ടെക്നീഷ്യൻസൊക്കെ പല തലമുറയിലുള്ള പലതരം സമീപനങ്ങളുള്ള ആളായി. ഇപ്പം ഈ പ്രതിച്ഛായയുടെ കാര്യത്തിൽ വരുവാണെങ്കിലും പല ജനറേഷനാണ്. ഇപ്പം 2 ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 4 ജനറേഷൻ്റെ കൊളാബറേഷൻ പോലെ. അല്ലെങ്കിൽ ഇപ്പം നായിക മുതലുള്ള ഓരോ ആളുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 തലമുറയുടെ ഒരു സമാഗമം പോലെയാണല്ലോ സിനിമ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക ഈസിനെസ് ഇപ്പം 2 തരത്തിൽ ആളുകൾ പറയാറുണ്ട്. പ്രൊഫഷണലിസ്റ്റിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യാറുണ്ട്, സമീപനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട്, അപ്രോച്ചിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഗുണവും ദോഷവും എന്താ തോന്നിയിട്ടുള്ളത്? അല്ല, അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് പുതിയ ആളുകളെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുറേ പേരാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ചന്ദ്രു ശെൽവരാജ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. നമ്മുടെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത്. എഡിറ്റർ മനോജ് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. കാരണം ഒട്ടും ലൈം ലൈറ്റിലില്ലാതെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ് മനോജ്. അതുപോലെ തന്നെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസ് എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. കോസ്റ്റ്യൂം ചെയ്ത് CG ആർട്ട് പ്രൊഡക്ഷൻ ഡിസൈനർ
ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഷാജി നടുവിലും അജിയും ഇവരെല്ലാവരും ഹൈലി ടാലൻ്റാണ്. ഇപ്പോൾ സൗണ്ട് ചെയ്യുന്ന വിഷ്ണുവും സിദ്ധാർത്ഥും ഇവരെല്ലാം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് നമ്മൾ വർക്ക് ചെയ്യുന്ന നമുക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് അവരുടെ ഏറ്റവും നല്ല ഇൻപുട്ട് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത്, ഇതൊക്കെ ഞാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഞാൻ മനുഷ്യനോട് പറയുന്നത് ഇതൊന്നും ഒരു അവകാശവാദമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഒരു ശ്രമം നടത്തുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്തു, എത്ര മുതൽ മുടക്കി, എത്ര ക്ലേശം ഇതിനനുഭവിച്ചു എന്നുള്ളത് ഒന്നും പ്രേക്ഷകരെ സംബന്ധിച്ച് വിഷയമല്ല. അവർ 2.5 മണിക്കൂർ സിനിമ രസിക്കുന്നു എന്നുള്ളത് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അതല്ലെങ്കിൽ അത് തീർന്നു. ഇലക്ഷൻ ചൂടിനിടയിലാണ് പ്രതിച്ഛായ വരുന്നത്. ഇതിന്റെ ട്രെയിലറിലും എല്ലാം ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു ഹൈ വോൾട്ടേജ് സിനാരി ആയിട്ട് റിലേറ്റഡ് ആണ്. എന്താണ് പ്രേക്ഷകർ ഏത് തരത്തിലുള്ള സിനിമയാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു സ്പെസിഫിക് ജോണറിലല്ലോ. അല്ല അവർ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുള്ള വളരെ ഞാൻ പറഞ്ഞ ആ സിനിമകളുടെ എക്സലൻസുമായിട്ടൊന്നും ഇത് ചിലപ്പോൾ മാച്ച് ചെയ്യില്ല. കിരീടമോ തേവർ മകനോ ആയിട്ടൊന്നും നമുക്കിത് ഞാൻ മാച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവകാശവാദം എനിക്കില്ല, ലേലം പോലുള്ള. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഫാദർ സൺ ഡ്രാമ ഇതിനകത്തുണ്ട്. ഫാദർ സൺ ഡ്രാമ മാത്രമല്ല, ഹീറോയും ആൻറ്റി ഹീറോയും തമ്മിലുള്ള ഒരു ഒരു കൺഫ്രണ്ടേഷൻ ഇതിനകത്തുണ്ട്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ഡൈനമിക്സും ഇതിനകത്തുണ്ട്. അപ്പം ബേസിക്കലി റിലേഷൻഷിപ്പ് ഡ്രാമയാണ്. രാഷ്ട്രീയം അതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമാണ്. ആ രീതിയിൽ തന്നെ ആളുകൾ അത് എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇറ്റ്സ് എ സ്ലോ ബേണർ, അല്ലാതെ വലിയ ചടുലമായിട്ട് പോകുന്ന ഒരു വലിയ ത്രില്ലിങ് സിനിമയായിട്ടൊന്നും അല്ല അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് വേണ്ട ഒരു സ്കെയിലിംഗ് ആ സിനിമയ്ക്കകത്ത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ്. ഈ വിട്ടുപോയൊരു കാര്യം വെച്ചാൽ ബി ഉണ്ണികൃഷ്ണൻ സിനിമകൾ പാട്ടുകളുടെ കാര്യത്തിൽ ഇപ്പം എനിക്കൊന്ന് പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടും ഭയങ്കര രാഗനിബദ്ധമായിട്ടൊക്കെ പാട്ടിനെ സമീപിക്കുന്ന ആളാണ് വളരെ കുറച്ച് ആളുകൾക്ക് അറിയുള്ളൂ. എന്നാൽ പോലും ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം കമേഴ്സ്യലി പാളിപ്പോയ പടങ്ങളിലും പാട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര കണിശത പുലർത്തിയിട്ടുള്ള ആളാണ്. അതിൽ തന്നെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഇന്ന രാഗം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിപിടി കൂടി മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരാൾ. ഈ പടത്തിന്റെ കാര്യത്തിൽ പാട്ട് നല്ല പാട്ടുണ്ട്. ജസ്റ്റിൻ്റെ പ്രത്യേകിച്ച് ഒരു മെലഡി ഭയങ്കര രസമുള്ള ഒരു പാട്ട്. ജസ്റ്റിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മ്യൂസിഷ്യനാണ് ജസ്റ്റിൻ. അവനോട് വർക്ക് ചെയ്യുന്ന ഭയങ്കര രസമുള്ള കാര്യമാണ്. ഞങ്ങൾ തമ്മിലുള്ള വർക്ക് ഒരു സംഗതി ബാക്കിയുള്ളവർക്ക് കാണുന്നത് തന്നെ തമാശയാണ്. അത്രത്തോളം പിണക്കവും തമാശ. അവന് ഭയങ്കരമായിട്ട് എനിക്ക് ഇന്ന സാധനം ഇന്ന് തന്നില്ലെങ്കിൽ ഞാനിത് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പക്ഷേ ഹൈലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യനാണ് ജസ്റ്റിൻ. യെസ് കം ഔട്ട് വിത്ത് നല്ല ട്രാക്സ് ഇതിനകത്തുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതിനകത്ത് ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം മനുഷ്യനോട് ഞാൻ പറയാം. ഇതുവരെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഉദയ സ്റ്റുഡിയോസിൻ്റെ ആദ്യത്തെ സിനിമ എന്നാ ഉണ്ടായെന്നറിയോ? 1949 നമ്മുടെ കുഞ്ചാക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സിനിമയുടെ പേര് വെള്ളി നക്ഷത്രം എന്നാണ്. ആ സിനിമയ്ക്ക് പ്രിൻ്റ് ഇല്ല ഇപ്പോൾ. 14ഓളം പാട്ടുകൾ അതിനകത്തുണ്ടായിരുന്നു. ചിദംബരനാഥാണ് അതിൻ്റെ കമ്പോസർ. അന്ന് നടന്മാരെന്ന് പറയുന്നത് ഗായകരാണ്. അവർ പാടി അഭിനയിക്കും. അപ്പോൾ ഈ 14 പാട്ടും പാടി അഭിനയിച്ച ആ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ഗായക പീതാംബരം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പീതാംബര മേനോൻ എന്നാണ്. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് ഗായക പീതാംബരം എന്നാണ്. വളരെ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഷ്ടിച്ച് ഈ ഡീറ്റെയിലേ കിട്ടുള്ളൂ. അത് എൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടനാണ്. ഈ അമ്മാവനാണ് ഈ ഗായക പീതാംബരം എന്ന് പറയുന്ന ആൾ. മറ്റ് അമ്മയുടെ ഒരു ബ്രദർ രാഹുൽ രാജിൻ്റെയൊക്കെ ഗുരുവായിട്ടുള്ള മധുസൂദനൻ, അത് ആലുവയിലുണ്ടായിരുന്ന മ്യൂസിഷ്യൻ. അപ്പോൾ എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ഇത് ഈ മ്യൂസിക് സംഗീതത്തിൻ്റെ പാരമ്പര്യം നമുക്ക് പാടാൻ കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഉദയ സ്റ്റുഡിയോയുടെ ആദ്യത്തെ സിനിമയിലെ നായകൻ എൻ്റെ വല്യമ്മാവനാണ്. വലിയ അനാർക്കിക് ഫിഗറായിരുന്നു പുള്ളി. എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ക്രമവും പാലിക്കാതെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഞാൻ ജീവിതത്തിൽ 4 തവണ മറ്റേ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഒക്കെ ആയിരിക്കാം നിങ്ങൾ നേരത്തെ ചോദിച്ച ഈ പാട്ടിനോടുള്ള സംഗതി. ഒരുപാട് പാട്ടുകൾ കേൾക്കാനും അതിൽ ട്രാവൽ ചെയ്ത് കേൾക്കാനും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും പാട്ട് കേൾക്കും.
ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് പറയുന്നത് ജാനകി അമ്മയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പലതവണ ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നുകിൽ ജാനകി അമ്മ അവൈലബിൾ ആയിരിക്കില്ല, ഇപ്പോൾ അവർ ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ദിവസം കാണാനായിട്ട് എല്ലാം തയ്യാറായപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഏറ്റവും വലിയ റിഗ്രറ്റ്. അപ്പൊ അങ്ങനെ ലിറിക്കൽ പാർട്ടിൽ പോലും അത്രയും കണിശത ഉണ്ടാവും അല്ലേ പാട്ടിൽ ഇത് വരുന്ന സമയത്ത്? ഇത്തവണ മനു മഞ്ജിത്ത് അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റേ ഹരി ഒരുപാട് എനിക്ക് ഹരിനാരായണനെ ഞാനാണ് മലയാളം കൊണ്ടുവരുന്നത്. അതുപോലെ മണികാന്ത് കതിരി ഇപ്പോൾ കന്നഡയിലെ ഏറ്റവും അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടറാണ്. കതിരി ഗോപാൽനാഥിൻ്റെ മകനാണ്. അദ്ദേഹത്തെയും സിനിമയിൽ കൊണ്ടുവരുന്നത് ഞാനാണ്, സ്മാർട്ട് സിറ്റിയിൽ. അപ്പം അങ്ങനെയുള്ള നല്ല ഒരുപാട് ബന്ധങ്ങളുണ്ട് നമുക്ക്. എനിക്ക് എന്നോട് കൂടെ വർക്ക് ചെയ്ത എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് ഭയങ്കര അടുപ്പമുണ്ട്. എനിക്ക് അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് തോന്നുന്നു രാത്രി 2:30-3 മണിക്കോ മറ്റുമാണ് റെക്കോർഡിങ് കഴിയുന്നത്. എന്നിട്ട് ജയചന്ദ്രൻ എന്നെ വിളിച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ദാസാറിന് ഫോൺ കൊടുത്തു. എനിക്കത് റെക്കോർഡിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പിറ്റേ ദിവസം പാട്ട് കിട്ടിയപ്പോൾ കിട്ടിയ ഒരു ത്രില്ല് ഭയങ്കരമായിരുന്നു. അതങ്ങനെ ഒരു ഇത് പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ഇപ്പം നമ്മളെപ്പോഴും പറയും ലാൽ സാറിൻ്റെ പെർഫോമൻസ് പറയുമ്പം ഭയങ്കര സട്ടിലായി വന്നൊരു സംഗതിയായിട്ട് വില്ലനിലെ ഇത് പറയാറുണ്ട്, മാടമ്പിയിലെ KPC ആയിട്ടുള്ള സീൻസ് പറയാറുണ്ട്. ഇതിലിപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഒരു ഇമോഷണൽ ഡ്രിവൺ കൂടിയായിട്ട് പറയുകയാണ്. ഇപ്പം ബാലേന്ദ്ര മേനോൻ, നിവിൻ പോളിയൊക്കെ വരുന്ന സമയത്ത് അത്തരം മൊമെന്റ്സ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടൊരു പടമാണോ? ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അദ്ദേഹം വളരെ ഈ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇവർ 3 പേരും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പല പേരുകളും, സബിത, എനിക്ക് തോന്നുന്നു അവരുടെ കരിയറിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സംഗതികളിൽ ഒന്നാവാൻ സാധ്യതയുള്ള. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ് ആൻ ചെയ്തിരിക്കുന്നത്. അവരും മുമ്പ് ചെയ്യാൻ കഥാപാത്രമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ വില്ലൻ ആൻഡ് മോഹൻലാൽ എന്ന് പറയുന്നത് വേറൊരു തലമാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അത് അത്ഭുതത്തോടു കൂടിയല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഈ ഒന്നിച്ച് കിട്ടിയപ്പോൾ ചോദിക്കുന്നതാണ്. എന്നാൽ പോലും ലാൽ സാറിൻ്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം ഇങ്ങനൊരു വ്യക്തിബന്ധം എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കുടുംബത്തിനകത്തുള്ള ഒരാളായിരുന്നു എന്നുള്ളത് പരസ്യമായിട്ടോ രണ്ടുപേരും എവിടെ അങ്ങനെ എടുത്ത് പറയുന്ന ഒരാളല്ല. പക്ഷേ എനിക്കറിയാം ഈ മോഹൻലാൽ ചെസ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് വി ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. ശരിക്കൊരു എനിക്ക് തോന്നുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണല്ലോ ഇങ്ങനെ ഈ ഒരാളുടെ വ്യക്തിഗതമായ വലിയ നഷ്ടങ്ങളിലൊക്കെയാണല്ലോ ഈ പറയുന്ന പക്ഷെ വ്യക്തിബന്ധം പുറമേക്കും കുറേ അറിയാം എന്നുള്ളത്. എന്ന് വെച്ചാൽ അന്ന് ഏറ്റവും കൂടുതൽ സമയം അവിടെ കൂടെ ഉണ്ടായിരുന്നതും ഉണ്ണിയേട്ടനായിരുന്നു. ശരിക്കും അതൊരു സിനിമയ്ക്ക് ശേഷം, സിനിമയിൽ വന്നതിന് ശേഷം കൂടുതൽ ദൃഢപ്പെട്ടൊരു ബന്ധമാണെന്ന്. എൻ്റെ ചേച്ചിയല്ലേ, അതെ, അച്ഛൻ്റെ ചേച്ചിയുടെ മകളല്ലേ. ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ട് ലാൽ സാറിൻ്റെ ചേച്ചിയുടെ കൂടെ. അതായത് ഞാൻ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ YMCA ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ 2 മാസം മെയിൻ്റനൻസ് വന്നു ഹോസ്റ്റലിന്. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു, എന്തിനാണ് അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആരുമില്ല അവിടെ. പിന്നെ ലാൽ സാറിൻ്റെ ചേട്ടൻ അന്ന് അദ്ദേഹം ഷിപ്പിലായിരുന്നു, അദ്ദേഹം സിനിമയായിട്ട്. അപ്പം അവിടെ ചേട്ടനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു, റിട്ടയർ ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ താമസിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് മുതലേ ഉള്ള ബന്ധമുണ്ട്. പിന്നെ ഈ മോഹൻലാലും ഞാനും തമ്മിൽ വലിയ അടുപ്പമുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാ ദിവസവും ഫോൺ ചെയ്യുക അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല എല്ലാ കാര്യങ്ങളും. പക്ഷേ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്കിപ്പോൾ സംസാരിക്കേണ്ട ചില സമയങ്ങൾ, അത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപക്ഷെ ഫോൺ ചെയ്യാതെ തന്നെ അറിയാം. അപ്പോൾ ഒരാൾ മറ്റൊരാളെ സ്വാഭാവികമായിട്ട് വിളിക്കും, സംസാരിക്കും, കാണും. അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇപ്പം പോയിരുന്ന് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഒരുമിച്ച്, അത് മനുഷ്യ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വീട്ടിൽ അങ്ങനെയുള്ള ഫോട്ടോസ് തന്നെ വളരെ കുറവാണ്. വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോകാറുണ്ട്. മമ്മൂക്കയുടെ കൂടെ അതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് വലിയ അടുപ്പം ഞങ്ങൾ തമ്മിൽ. പക്ഷേ എനിക്ക് നമ്മളെല്ലാം പബ്ലിക് സ്പേസിലൊക്കെ കേട്ടിട്ടുള്ളതിൽ ബി ഉണ്ണികൃഷ്ണൻ ലാൽ സാർ
എന്ന് വിളിക്കുന്നതാണല്ലോ. കാരണം വെച്ചാൽ ഭയങ്കര നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഷോട്ടിൽ പുള്ളി തിരിച്ചു ഡയറക്ടർ സാറിന് വിളിക്കുന്നത് പോലെ അതൊരു അല്ലേ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ സ്വാതന്ത്ര്യം എടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ എല്ലാവരും ലാലേട്ടാന്ന് വിളിക്കുമ്പോൾ ഞാൻ ലാലേട്ടാന്നല്ല, ലാലു ചേട്ടാന്നാണ് വിളിക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ മാത്രമേ ചേട്ടാന്ന് വിളിക്കാറുള്ളൂ. അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വേണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് ചെയ്യാതിരിക്കുന്നത്. അല്ലാതെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത്. വിജയപരാജയങ്ങൾ ഉണ്ടായ ഒരു കൂട്ടുകെട്ട് കൂടിയാണ്. എന്നാൽ ഗംഭീര വിജയത്തിലാണ് തുടങ്ങുന്നത്. എന്നാൽ അത്ര നല്ലതല്ലാത്തൊരു ആറാട്ടുണ്ടായിരുന്നത്. എന്നാലും മോഹൻലാൽ എനിക്ക് ഓവറോൾ നോക്കുമ്പോൾ ഇപ്പം മാടമ്പി വലിയ വിജയമായിരുന്നു, ഗ്രാൻഡ് മാസ്റ്റർ വിജയമായിരുന്നു, വില്ലൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, പേഴ്സണലി ഏറ്റവും പ്രിയപ്പെട്ടത്. മൂന്നും അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ വളരെ ഒരു 5 സിനിമ ചെയ്ത 3 സിനിമകൾ എല്ലാ രീതിയിലും എന്നെ ആഹ്ലാദിപ്പിക്കുന്ന സിനിമകളും 2 സിനിമകളാണ് ശരിയാവാതെ പോയത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അടുത്ത ഒരു മോഹൻലാൽ സിനിമയെ കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലുമില്ല. എല്ലാവരും പറയുമല്ലോ മോഹൻലാൽ ഉണ്ണികൃഷ്ണൻ എപ്പോഴും ഉണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കുന്നു. അങ്ങനെയൊന്നുമില്ല. പ്രൊഫഷണലി അത് സെറ്റാകുമ്പോൾ മാത്രമേ അതിനകത്ത് കാര്യമുള്ളൂ. ഇപ്പം ആ ഒരു അടുത്ത സിനിമ എന്നൊരു ചിന്ത പോലും ഇപ്പോൾ എൻ്റെ ഉള്ളിലില്ല. ആരുമായിട്ടാണ് ഞാൻ സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ടേക്കിങ് എ ലോങ് ബ്രേക്ക്. മനുഷ്യന് അറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം എൻ്റെ പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ള ഇറങ്ങി. അപ്പോൾ അടുത്ത കുറച്ച് എഴുത്ത് ഉണ്ട്. പിന്നെ ഒരു യൂണിവേഴ്സിറ്റി എന്നെ കുറച്ച് നാൾ പഠിപ്പിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഓൺലൈനും കുറച്ച് ഫിസിക്കലിയും അവിടെ പോകാനായിട്ട്. പിന്നെ ഞാൻ കൂടി വർക്ക് ചെയ്യാം, കുറേ മിസ്സായ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, കുറേ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ എൻ്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് ഒരു ഫേസിൽ ഭയങ്കരമായിട്ട് ഒരു ഏലിനേഷൻ തോന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ. അപ്പോഴൊക്കെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് ത്രൂ ഔട്ട് എൻ്റെ ലൈഫിൽ. എന്നെ ഒട്ടും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജേണി അല്ല എൻ്റെ ജീവിതത്തിൻ്റെ. എൻ്റെ അച്ഛനൊക്കെ കരുതിയത് ഞാൻ ഒരു എൻജിനീയർ ആവുന്നതാണ്. മാത്തമാറ്റിക്സിലൊക്കെ ഭയങ്കര സ്മാർട്ട്. അക്കാദമിക് ഇതിലല്ല കണ്ടത്. അക്കാദമിക്കലി ഞാൻ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നത് ഞാൻ ഒരു എൻജിനീയർ ആവും എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചൂസ് ചെയ്തു. അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്നോട് അതിനെ ക്ഷമിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര കലഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ MPhil എല്ലാം ചെയ്ത് ഈ വിമർശനത്തിലൂടെയൊക്കെ വളരെ അന്ന് സജീവമായിട്ട് ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലാസ്സുകൾ എൻ്റെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ക്ലാസ് ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഒരു അക്കാഡമിഷ്യൻ ആവും എന്നുള്ളത്. അന്ന് UGC നിയമനം കേരളത്തിൽ ഫ്രീസ് ചെയ്തു. ആ പീരീഡിൽ എനിക്ക് കേരളം വിട്ടു പോകാൻ പറ്റുന്നൊരു സാഹചര്യവും ഇല്ലായിരുന്നു. പിന്നെ വേറെ തമാശകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫോർഡ് ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിന് പോകണമെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ ഈ ഫോർഡിനോടുള്ള ഒരു എതിർപ്പ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വല്ല ഏൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പോൾ പഠിപ്പിക്കാനൊക്കെ ഇരിക്കാൻ വരുന്നത്. അപ്പോൾ അതിൽ പോയിട്ടില്ല. അങ്ങനെ അത് വിട്ടിട്ടാണ് ഞാൻ ഒരു ചെമ്മീൻ ഫാക്ടറിയിൽ ജോലി ചെയ്തത്. അങ്ങനെ വന്ന് കരിയറിന്റെ സ്റ്റാർട്ട് സിനിമയിൽ എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പതുക്കെ വരികയാണെന്ന് തോന്നുന്നുണ്ട്. പതുക്കെ മാറി വല്ലപ്പോഴും ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ടിട്ട് ചെയ്യണം എന്നുള്ളൊരു മൂഡിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. എന്തായാലും പ്രതിച്ഛായ അതിഗംഭീരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. അതിൻ്റെ തുടർച്ചയിലുള്ള എല്ലാ തരം സർഗാത്മക പ്രവർത്തനം നമ്മൾ സ്പെസിഫിക് ആയി പറയില്ല, എന്ത് തരം ഉണ്ണേട്ടൻ്റെ ആഗ്രഹത്തിനൊപ്പമുള്ള എല്ലാ സർഗാത്മക പ്രവർത്തനവും ഗംഭീരമായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.